തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവെടുത്താണല്ലോ. ബഹുമാന്യ കർത്തദാസൻ ഒന്നുകൂടെ വായിച്ച് സഹായിക്കണം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ മഹായോഗം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുറവലങ്ങാട് സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ ആദരണീയ കർത്തദാസൻ സുനിൽ വേട്ടമല അവർകൾ ഈ രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്ന മാന്യ കർത്തദാസൻ, ഈ വേദിയിലും സദസ്സിലും പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ സഹപടന്മാരായ ദൈവഭൃത്യന്മാർ, പ്രാർത്ഥനയിൽ സഹായിച്ച മാന്യ കർത്തദാസന്മാർ, ഈ സ്ഥലത്ത് പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ദേശത്തെ മാന്യരായ ദൈവമക്കൾ, സമീപവാസികൾ, സ്ഥലവാസികൾ, ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇപ്പോൾ ദൂരത്തിരുന്ന് ഓൺലൈനിൽ ആരെങ്കിലും ഈ ശുശ്രൂഷ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ളവർ, ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരും, കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ ഇവിടെ ചെയ്ത ആദരണീയ കർത്തദാസൻ തഞ്ചാവൂർ വില്യംസ് അവർകൾ, അതുപോലെ തന്നെ ഈ സഭയിലെ മാന്യ കുഞ്ഞുങ്ങൾ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, വീഡിയോ പകർത്തുന്നവർ, ഈ കൺവെൻഷൻ്റെ സുവിശേഷ യോഗത്തിൻ്റെ പിമ്പിൽ അധ്വാനിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസൻ ചുമതലപ്പെട്ടവർ സഭയുടെ, അവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ആരാ വിളിച്ചത് ആരാന്ന് എനിക്ക് ഇതുവരെ അറിയാൻ പറ്റില്ല. നമ്മളാണോ വിളിച്ചത്? ഫോണിൽ കൂടെ സംസാരിച്ചെന്നുള്ള ആളിനെ പിടി കിട്ടിയില്ല. എല്ലാ മാന്യ കർത്തദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ വൈകുന്നേരം ചോദിച്ചു, എനിക്ക് ഒരു 8 മണിക്ക് സമയം തരുമോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പേ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം ഈ നടപടിയുള്ള കേസല്ലെന്ന്. ഇപ്പം എന്തുവായി, സമയം എന്തുവായി? എങ്കിലും ഈ സമയത്ത് ഇത് ആരംഭ ദിവസമായതുകൊണ്ട് പല കാര്യങ്ങളുണ്ടെന്നറിയാം. അത് കുറ്റമല്ല. എല്ലാ ശുശ്രൂഷകളും നടക്കണമല്ലോ, എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഭംഗിയായിട്ട് നടക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്നു നാളെയും മറ്റന്നാളും ഉണ്ട്, നാളെയും കൂടി ഉണ്ട്, 2 ദിവസത്തെയോ. നാളെ ആര്? ഇന്ന് രാത്രിയിൽ ഇത്രയും ദൈവമക്കൾക്ക് ഒന്നിച്ചിവിടെ കൂടുവാൻ സാവകാശം ലഭിച്ചതിൽ ദൈവത്തിന് മഹത്വം. എനിക്ക് ശാരീരികമായിട്ട് അല്പം ക്ഷീണവും പ്രയാസവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വളരെ ശാന്തമായിട്ട് ലളിതമായിട്ടായിരിക്കും. അല്ലെങ്കിലും ഞാൻ ലളിതമായ കാര്യമേ പറയൂ. മുമ്പേ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ വലിയ കാര്യമൊന്നും പറയാൻ അറിയത്തുമില്ല. അപ്പം വളരെ ലളിതമായിട്ട് ഇന്ദിര മകളെ, നിങ്ങൾ അവിടെ ഇരുന്ന് വർത്താനം പറയാം. ഇഞ്ഞു വാ, എല്ലാവരും എഴുന്നേറ്റ് പോകണം. ഇങ്ങോട്ട് പാട്ടുകാർ ഇങ്ങോട്ട് വരാൻ, ഇവിടെ ഇങ്ങോട്ട് വരാൻ എല്ലാവരും ഇങ്ങോട്ട് എഴുന്നേറ്റ് പോകും. പാട്ടുകാരെല്ലാവരും ഇങ്ങോട്ട് വരാൻ, ഇവിടെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വാ, അവിടെ ഇരുന്ന് വർത്താനം പറയരുത്. ഇങ്ങോട്ട് വാ, വേണ്ട താഴോട്ട് പോയിരിക്കും, ഞാൻ വിളിക്കും ഇഞ്ഞ് വരാം. ഇങ്ങോട്ട് വരാൻ. അതിലൊരു താഴെ വന്നിരിക്കും. എല്ലാവരും വാ, മക്കൾ പെൺപിള്ളേരും എല്ലാവരും ഇവിടോട്ട് വാ, താഴോട്ട് വന്നിരിക്കാൻ. ഇങ്ങോട്ട് വന്നിരിക്കും. വാ,
എന്നെ വരും. ഇപ്പം പാടിപ്പിക്കുകയല്ല, ഞാൻ കഴിഞ്ഞേ പാടിപ്പിക്കുള്ളൂ. അവിടെ ഇരുന്ന് പാടുവൊന്നും വേണം. ഇങ്ങോട്ട് ബാ. ഇല്ല, എനിക്കറിയാൻ പറയൂ. ബാ, ഇങ്ങോട്ട് ഇവിടെ വന്ന്, ഇന്ന് ഇന്ത്യക്ക് ഇവിടെ വന്ന് ബാ, ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരും താഴോട്ട്. മോളെ ഇങ്ങോട്ടിരുന്നു. ആ, ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഒന്നുകൂടെ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിൻ്റെ ദാസിദാസന്മാരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് പാട്ടൊന്നും പാടുന്നില്ല, അതിനൊരു പരുവവും ഇല്ല. അപ്പം എല്ലാം കൂടെ കണക്കിലെടുത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഞാൻ പുള്ളിയെ ഒത്തിരി ബഹുമാനിക്കുന്നു. ചില പാട്ടുകാർക്കൊക്കെ എന്തെല്ലോ സാധനങ്ങൾ വേണം പാടണമെങ്കിൽ, പുള്ളി അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. വലിയ കാര്യം ഇല്ല, നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ കുറേ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്, 2 പാട്ടുമായിട്ട് പിന്നെ ഇറങ്ങിയിരിക്കുക. ഭയങ്കര ചാർജുമാണ്, 25,000 30,000 ഒക്കെ. ആകെ 2 അമ്മ ഒരു 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറയാമേ. 10:30 കഴിഞ്ഞു കേട്ടോ. മേട്ടരയ്ക്കെങ്ങാണ്ടി എല്ലാന്നും പറഞ്ഞാൽ ഇറങ്ങിപ്പോന്നെ. അപ്പം ഇതൊക്കെ ഇപ്പം ഇത് ഒത്തിരി ബിസിനസ്സാണ്. കല്യാണത്തിനാന്തേലും ചവടക്കിനാന്തേലും ഇങ്ങനെയുള്ള യോഗത്തിനാന്തേലും ഇപ്പോൾ ചിലരുണ്ട്, പേരൊന്നും പറയാനില്ല, 2 പാട്ടേ ഉള്ളു കയ്യിൽ. അതുമായിട്ട് ഇങ്ങോട്ട് വന്ന് ഏതാണ്ടെല്ലാം കാണിച്ച് 2 പാട്ടും പാടി 25,000 ഒക്കെ ആ റേറ്റ് എന്ന് കേൾക്കുന്നു. എനിക്കറിയത്തില്ല, ഇല്ലയോ? നിങ്ങൾ കൊടുക്കുന്നവരല്ലേ, അപ്പോൾ അറിയാമല്ലോ. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ അവർക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് പാടുന്നു. ഈ ബഹുമാന്യ കർത്തദാസനും ഇത് മാത്രമേ ഉള്ളൂ. എന്നാൽ എന്ത് പുള്ളിയത്തെ സഹകരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ അഭിനന്ദിക്കുന്നു. വലിയ പുള്ളിക്കാരൊന്നും ഇത് ചെയ്യുകയല്ല. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ വളരെ ലളിതമായിട്ട് നമുക്ക് തിരുവചനത്തിൽ നിശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് നമ്മൾ വായിച്ചത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവെടുത്ത. ഈ തിരുവെടുത്തിനെ അടിസ്ഥാനമാക്കി ഇന്ന് രാത്രി സുവിശേഷത്തെപ്പറ്റി ചില കാര്യങ്ങൾ നാളെ വരുന്ന കർത്തൃദാസന് ഡീപ്പായിട്ട് പറയട്ടെ. നമ്മുടെയൊക്കെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ കത്തിക്കട്ടെ. ബഹുമാന്യ കർത്തൃദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പേര് നമ്മൾ അവിടെ വെച്ചുകൊണ്ട് അന്ന് വീട്ടിൽ ഞാൻ വന്ന അവിടെ അല്ലേ വന്നു, വീട്ടിൽ ഞാൻ വന്നതല്ലേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ നമുക്കറിയാം. ഇതറിയാത്തവരുണ്ട്, അതുകൊണ്ട് ഇത് ക്ലിയർ ആക്കി പറയാം. 66. ഇപ്പോഴും നമ്മുടെ ഇടയിലും പലർക്കും അറിയത്തില്ല. 66 പുസ്തകം. അതിലെ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ. അങ്ങനെ 2 ഭാഗം. അതിൽ പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ ആദ്യത്തെ 4 പുസ്തകം സുവിശേഷ പുസ്തകങ്ങളാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇത് പറയാനാണോ 8:30 പുള്ളി എഴുന്നേറ്റ് നിൽക്കുന്നത്? അറിയാത്ത ആരേലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിന, അല്ല അവരാണല്ലോ ഇന്നത്തെ നമ്മുടെ ഉന്നു. അപ്പോൾ ആദ്യത്തെ 4 പുസ്തകം സുവിശേഷ പുസ്തകങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. അപ്പോൾ അതിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ഇത് സദ്വാർത്ത സന്ദേശം, അതാ സുവിശേഷം. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒത്തു സദ്വാർത്ത.
അപ്പം ഇത് ഇവിടെ എഴുതിയിരിക്കുന്ന സദ്വാർത്തയാണ്, നല്ല വാർത്ത, നല്ല വർത്തമാനം. അതാ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 2-ാം അധ്യായത്തിൽ 10-ാം വാക്യമാണ് വായിച്ചത്. ലൂക്കോസ് യേശു ക്രിസ്തുവിനെ ഒരു സമ്പൂർണ്ണ മനുഷ്യൻ, നല്ല മനുഷ്യനായിട്ട് വരച്ച് കാട്ടിയിരിക്കുക. അദ്ദേഹം അറിവുള്ള ആളാ, ഡോക്ടറാ. തന്നെയല്ല, ചരിത്രങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ച് അപഗ്രഥിച്ചതിന് ശേഷമാണ് എഴുത്ത് തുടങ്ങിയത്. അത് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 1, 2 ഒന്ന് വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1, 2 തിരുവെഴുത്തുകൾ. ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ, ശ്രീമാനായ തെയോഫിലോസ്, ആദ്യം മുതൽ കണ്ട ശുശ്രൂഷകന്മാരുമായവർ നമ്മെ വരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നു. നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പോൾ ആ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചിവിടെ കേട്ടല്ലോ, എന്ത് കൃത്യമായിട്ടാണ് കൃതിയിരിക്കുന്നത്. അപ്പോൾ സൂക്ഷ്മമായിട്ട് പഠിച്ചു, ആദ്യം മുതൽ പഠിച്ചു. ആ പഠിച്ചതും മനസ്സിലാക്കിയതെല്ലാം ക്രമമായിട്ട് എഴുതി. അത് ചരിത്രമാണ്. ആർക്കും കണ്ണിക്കാൻ തർക്കിക്കാൻ ഉതകാത്ത വിധത്തിൽ അതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ആട്ടെ, എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യൻ, യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, അതെല്ലാം ലൂക്കോസ് വളരെ വ്യക്തമായിട്ട് വരച്ചു കാട്ടിയിരിക്കുക. നമുക്കറിയാം, മത്തായി യേശു ക്രിസ്തു രാജാതി രാജാവാണെന്നാണ് തെളിയിക്കുന്നത്. അതാണ് നമ്മൾ വായിക്കുന്ന 2-ാം അധ്യായത്തിൽ വന്ന് ചോദിക്കുക, രാജാവായിട്ട് പറന്നവൻ എവിടെ? എവിടെ രാജാവായി പറന്നവൻ എവിടെ? അപ്പോൾ യേശു ക്രിസ്തു രാജാവാണെന്ന് തെളിയിക്കുക. തന്നെയല്ല, മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ ആ വംശാവലി പറയുമ്പോൾ തന്നെ രാജകുടുംബങ്ങളെയാണ് ചേർത്തിരിക്കുന്നത്. ദാവീദ് മുതൽ അങ്ങോട്ട് രാജകുടുംബത്തിന്റെ പേരാ. അപ്പോൾ അതുകൊണ്ടാണ് 2-ൽ രാജാവായിട്ട് പറന്നവൻ ഇവിടെ. മേലെഴുത്തിലും അങ്ങനെ എഴുതി വെച്ചത്, യഹൂദന്മാരുടെ രാജാവ്. വെളിപ്പാട് പുസ്തകം 19 പഠിക്കുമ്പോൾ ഇനി രാജാവായിട്ട് വരുക. അപ്പൊ യേശു ക്രിസ്തു രാജാവാണെന്ന് മത്തായി തെളിയിക്കുമ്പോൾ മർക്കോസ് ക്രിസ്തുവിന്റെ ദാസരൂപത്തെ വെളിപ്പെടുത്തി. ദാസരൂപം എല്ലാം ചെയ്യുന്ന ദാസൻ. അങ്ങനെ ആണല്ലോ, യജമാനൻ പറയുന്നതെല്ലാം ചെയ്യും. അങ്ങനെ ചെയ്യാത്ത ദാസന്മാരും ഉണ്ട്. വീടും സ്ഥലവും ഒന്നും പറയുന്നില്ല. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കൊച്ചമ്മേനോട് പറഞ്ഞതാ, വീട്ടു ജോലിക്ക് ഒരു സഹോദരിയുണ്ട്, നല്ല സഹോദരിയാണ്, പക്ഷേ രാവിലെ ഞാൻ എഴുന്നേറ്റ് അവൾക്ക് കട്ടൻ ഇട്ട് കൊടുക്കണം. കട്ടൻ കുടിച്ചു കഴിയുമ്പോൾ പിന്നെ ഇവളങ്ങ് ജോറാകും, പിന്നെ എല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ രാവിലത്തെ കട്ടൻ കൊച്ചമ്മ ഇട്ട് കൊടുക്കണം. അങ്ങനെയുള്ളവരുമുണ്ട്. ഈയിടെ ഞാൻ ആ കൊച്ചമ്മയെ കാണാൻ പോയി. ഞാൻ ചോദിച്ചു, മറ്റോ അവള് വീട് വരെ പോയി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 5:30 ആകുമ്പോൾ കൊച്ചമ്മ കാപ്പി ഇട്ട് അവൾക്ക് കൊടുക്കണം. കാപ്പി കൂടി കഴിഞ്ഞാൽ പിന്നെ അവൾ ജോറാകും. അപ്പോൾ ഒരു ദാസന്റെ രീതി യജമാനൻ പറയുന്നത് അന്നേരം ചെയ്യുക എന്നുള്ളതാണ്. അന്നേരം ചെയ്യും. നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം ഉടനീളം പഠിച്ചാൽ അവിടെ ഇങ്ങനൊരു പദം ധാരാളമുണ്ട്. ഉടനെ ധാരാളം പദങ്ങളുണ്ട് ഉടനെ എന്ന്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദാസ രൂപത്തെയാണ് മർക്കോസ് തെളിയിച്ചിരിക്കുന്നത്. ലൂക്കോസ് അവിടുത്തെ സമ്പൂർണ്ണ മനുഷ്യനാണെന്ന് തെളിയിച്ചു. ഇതെല്ലാം വ്യത്യസ്തമായി യോഹന്നാൻ യേശു ദൈവമാണെന്ന് തെളിയിച്ചു. ആട്ടെ, എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. നമ്മൾ എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി ഇത് സുവിശേഷ യുഗത്തിൻ്റെ പ്രഥമ രാത്രിയും ഇത്രയും ദൈവമക്കൾ ഒന്നിച്ചു കൂടി നമ്മെ ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് അതിനും കൂടെ കണക്കിലെടുത്ത് ഇത്രയും ചെലവ് ചെയ്ത് ബന്ധപ്പെട്ട് ഈ സുവിശേഷ യോഗം നടത്തിയത് നമ്മളെല്ലാം കൂടെ ഇളകി പോകാനല്ല.
ഇന്ന് പല സുവിശേഷ യോഗത്തിനും നമ്മളെല്ലാം കൂടെ ഇളകി പോവുകയും നമ്മളെ ഇളക്കുന്ന രണ്ടുപേരെ നമ്മൾ വിളിക്കുകയും യോഗം കഴിയുമ്പോൾ കത്തിക്കുക എന്ന് പറയും. അപ്പം നാട്ടുകാർക്ക് ഇത് പിടികിട്ടുന്നുമില്ല. അവർ രാവിലെ പറയാൻ എല്ലാം കൂടെ കിടന്ന് രാത്രി കിടന്ന് അവിടെ കിടന്ന് നമ്മൾ പറയും ഭയങ്കര അന്തരീക്ഷമായിരുന്നെന്ന്. ഇത് അവർക്ക് ആർക്കും പിടികിട്ടുകയില്ല, എന്നെ കാണുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി മറ്റുള്ളവരെ കണക്കിലെടുത്താണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്കെല്ലാം അറിവുള്ള കാര്യമായി പറയാൻ പോകുന്നു. ഇന്നത്തെ പ്രസംഗം കഴിയുമ്പോൾ നിങ്ങൾ പറയോ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അല്ല, അറിയാവുന്ന കാര്യമല്ലേ പറയണ്ടേ? അറിയാത്ത കാര്യം പറഞ്ഞു പോയാൽ അറിയാവുന്ന കാര്യം. അതുകൊണ്ട് ഇന്ന് രാത്രി ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് ചിന്തിക്കാം. ഈ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ആ 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്ത് പഠിക്കുമ്പോൾ ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയും ആ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ ആമേൻ മാനവജനതയ്ക്ക്, മനുഷ്യ സമൂഹത്തിന്, മനുഷ്യരാശിക്ക് കൈവരിച്ച നേട്ടങ്ങൾ, അതാണ് അവിടെ. അത് പ്രധാനമായിട്ടൊരു 7 കാര്യമുണ്ട്. 7 കാര്യം അതവിടെ നിൽക്കട്ടെ, നേട്ടം അവിടെ നിൽക്കട്ടെ. ആദ്യം വേറൊരു ഭാഗം ചിന്തിക്കാം. അപ്പോൾ ആടുകളെ തീറ്റി ഇടയന്മാര് രാത്രി വിശ്രമിക്കുന്നു. പെട്ടെന്ന് ഒരു മിന്നലും ദൂതന്മാരുടെ ഗാനാലാപവും, ഇടയന്മാർ എഴുന്നേൽക്കുന്നു, ദൂതന്മാർ വരുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു. ഇതാണ് അതിൻ്റെ പശ്ചാത്തല ഭാഗം. അപ്പോൾ മോന് ഇത് വായിക്കുമോ? എന്നാ വേണ്ട, അവിടെ ഇരുന്നോ. ഇനിയിപ്പോൾ ഞാൻ അവിടെ ഇരുന്നോ മോനെ. ഞാൻ പാടുന്ന താളത്തിൽ വായിക്കണം, ഇല്ല ഞാൻ വഴക്ക് പറയും. അട്ടടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. അട്ടടയർ കൂട്ടമായി വന്ന നേരം അമ്മൻ കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമ കിടപ്പും കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെ ഉത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അവിടെ ഇരിക്കാൻ കസാരമാണ്. കുഴപ്പമില്ല, മതി മോനെ. ഒരു കസാര എന്നാ ഇത്ര ക്ഷീണം? എടുത്തോണ്ട് പോകാം. അവിടെ ഇരുന്നോ മോൻ, അവിടെ ഇരുന്നോ. ഞാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന്റെ പശ്ചാത്തല ഭാഗം ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി. ആ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്ത്. ഇവിടെ പ്രധാനമായിട്ട് 7 കാര്യം. എന്താ? യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി കൊണ്ട് മനുഷ്യ സമൂഹത്തിന് ലഭിച്ച 7 കൂട്ടം കാര്യം. അത് ഞാൻ സമയം ഉണ്ടേ പറയാം. അതിന് ഉപരി വേറൊരു കാര്യം പറയണം. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ദൂതന്മാര് ആട്ടടയന്മാരോട് പറയുന്ന കാര്യമാണ് നമ്മുടെ കുറുവാക്യം. ഒന്നുകൂടെ കുറുവാക്യം വായിച്ചേ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പോൾ ദൂതന്മാർ ആട്ടടയന്മാരോട് പറയുകയാ, നിങ്ങൾ പേടിക്കരുത്, ഭ്രമിക്കരുത്, ചഞ്ചലിക്കരുത്, ചഞ്ചല ചിത്തലായി തീരരുത്. ഞങ്ങൾ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സുവിശേഷം. ഇരിക്കുന്ന എല്ലാവർക്കും ഇതറിയാം. സുവിശേഷം എന്തോ മോളെ സുവിശേഷം? ഉറക്കെ പറഞ്ഞു. ശരി,
എന്തുവാ സുവിശേഷം? അങ്ങോട്ട് നോക്കുന്നത് അവൾക്കറിയാൻ മേല. മോള് പറഞ്ഞു, അവള് പ്രാർത്ഥിച്ചിരിക്കാതെ അയാൾ എന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞു. നീ അവളെ അല്ല, ഈ യോഗം കഴിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ആരെല്ലാം ചോദിക്കുക എവിടെ പോയതാ? സുവിശേഷ യോഗം. എന്തുവാ സുവിശേഷം? പിന്നെ നമ്മൾ പറയുക സുവിശേഷം ഇതുവരെ നിങ്ങൾക്കറിയാൻ മേലേ? അതാണോ അതിൻ്റെ മറുപടി? ഉടനെ അവർ വീണ്ടും ചോദിക്കുക എന്തുവാ മേരിക്കുട്ടി സുവിശേഷം? നിങ്ങൾ ഇറുമ്പയത്തായിട്ട് ഇതുവരെ സുവിശേഷം എന്നാന്നറിയാൻ മേല? അറിയാൻ മേല? അറിയണ്ട. ഇതാണോ അതിൻ്റെ മറുപടി? അല്ല. നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. വാക്യം 3:15, പത്രോസിന്റെ 1-ാം ലേഖനം 3:15. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും. അപ്പൊ നമ്മൾ ബാധ്യസ്ഥരാ. അപ്പൊ ആരെങ്കിലും ചോദിക്കുക എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ അത് സൗമ്യതയോടും ഭയഭക്തിയോടും നമ്മൾ മറുപടി പറയണം. അല്ലാതെ അവിടെ കിടന്ന് ശാസിക്കുകയും പലിശിക്കുകയും രക്തം ചെയ്യാൻ പറയുകയും ഏതാണ് അപ്പോൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ യോഗം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അല്ലെ നാളെ അല്ലെങ്കിൽ ഏതൊരു സന്ദർഭത്തിൽ എന്തുവാ സുവിശേഷം എന്നാരെങ്കിലും ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന സകല ആൾക്കാർ, എൻ്റെ ഭാഷക ഏത് നട്ടപ്പാതിരായിരിക്കും നിന്നോട് ചോദിച്ചാലും നീ മറുപടി പറയണം. അപ്പൊ അതുകൊണ്ട് അറിവുള്ള കാര്യമാ എന്താണ് സുവിശേഷം, എന്താ സുവിശേഷം. അപ്പൊ എന്താണ് സുവിശേഷമെന്ന് മറുപടി പറയുന്നത് നല്ലതാ. പക്ഷെ ആദ്യം എന്തല്ല സുവിശേഷം അതറിയണ്ടേ? സുവിശേഷം എന്തുവാ അത് പറയാം. അപ്പൊ അത് പറയുന്നതിന് മുന്നേ സുവിശേഷം എന്തല്ല അതാദ്യം അറിഞ്ഞിരിക്കണം. 1-2 കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ഒന്ന്, സുവിശേഷം മതം മാറ്റമല്ല. അല്ല, അതിന് ഇത് മതപ്രസംഗമല്ല. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് ഈറുംഭയം സദ്വാർത്ത സന്ദേശം മതപ്രസംഗമല്ല. അപ്പൊ ഇന്നും നാളെയും ഇവിടെ നടക്കുന്നത് മതപ്രസംഗമല്ല. മതപ്രസംഗത്തിനായി എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരത്തില്ല, കാരണം ഞാനൊരു മതത്തിന്റെ ആളല്ല. ദൈവത്തിന് മഹത്വം. ഇത് സുവിശേഷ യോഗമാണ്. അപ്പോൾ സുവിശേഷം എന്താന്ന് ചോദിച്ചാൽ മതം മാറ്റമല്ല. ഒരു വട്ട് പിടിച്ച തള്ള പറയുന്ന മതം മാറ്റമാണ്. തള്ള ഇങ്ങനെ അങ്ങ് നടക്കുക. ആട്ടെ, അതുകൊണ്ട് ഇവിടോട്ട് ആരും മതം മാറി വരണ്ട. ഞങ്ങൾ ആരെയും മതം മാറ്റുന്നുമില്ല. മതം മാറ്റത്തിനായിട്ട് ആരും ഇങ്ങോട്ട് വരികയും ചെയ്യരുത്. ഇവിടെ അറിയിക്കുന്നത്, ഇവിടെ പറയുന്നത് സുവിശേഷമാണ്. അപ്പോൾ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സുവിശേഷം എന്തല്ല, മതം മാറ്റമല്ല. 2, സുവിശേഷം സഭ മാറ്റുന്നതുമല്ല. കത്തോലിക്കലിരുന്നവനെ പിടിച്ച് ഓർത്തഡോക്സ് വെച്ചു, അവിടുന്ന് പഠിച്ച് യാക്കോബായി വെച്ചു, അവിടുന്ന് എടുത്ത് CSI വെച്ചു, അവിടുന്ന് എടുത്ത് ബ്രദറിൽ കയറ്റി, ബ്രദറിൽ നിന്ന് എടുത്ത് വെന്തിക്കോസ് കയറ്റി, വെന്തിക്കോസിൽ നിന്ന് എടുത്ത് ഇപ്പൊ അവനെങ്ങുമില്ല. അവനിപ്പം നെടുക നടന്ന് പറയാം ഇത് ഒന്നും ശരിയല്ലെന്ന്. കണ്ടോ? അപ്പൊ ഇത് സഭ മാറ്റുന്ന മാർഗമല്ല സുവിശേഷം. ഈ പുരയിടത്ത് നിൽക്കുന്ന ചൊറികണ്ണം എടുത്ത് അപ്പുറത്തെ പുരയിടത്ത് വെച്ചുകൊണ്ട് പുരയിടം മാറിയെന്നല്ലേ ഉള്ളൂ, ചൊറിച്ചിൽ മാറിയോ? പള്ളി കടന്ന് ചൊറിഞ്ഞവനെല്ലാം കൂടെ ബന്ധുക്കോസ് വന്ന് ഇവിടെയും കടന്ന് ചൊറിയുക. ഞാൻ പറഞ്ഞ് മനസ്സിലായി, അതുകൊണ്ട് മനസ്സിലായി.
പറമ്പ് മാറിയെന്നേ ഉള്ളൂ, ചൊറിച്ചില് മാറിയിട്ടില്ല. അപ്പം ഇത് സഭ മാറ്റമല്ല. 2 വർഷം മുമ്പ് ചർച്ച കോഡ്, 3 വർഷം കഴിഞ്ഞപ്പോൾ IPC, ബോർഡ് മാറിയെന്നേ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ പമ്മിയില്ല. പിന്നെ 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ AG, പിന്നെ നമ്മൾ അതിലെ പോയപ്പോൾ ഇൻഡിപെൻഡന്റ് അസംബ്ലീസ് ബോർഡ്. അയ്യോ, ബോർഡ് മാറിയെന്നേ ഉള്ളു, ആൾക്കാർക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ സുവിശേഷം എന്താന്ന് ചോദിച്ചാൽ സഭ മാറ്റമല്ല. പല സഭകളുണ്ട്. വേട്ടമല ഒരിക്കലൊരു വരി പാടി, സഭകളന്നേകം. വേട്ടമല നമ്മുടെ വല്യപ്പച്ചൻ ജോബിന്, വേട്ടമല ബീലിപ്പോച്ചൻ. സഭകളന്നേകമാകും, സർവേശ്വരൻ സകലർക്കും ഒന്നാകും. പുള്ളി വേറൊരു ആശയത്തിൽ പറഞ്ഞതാ. സഭകളന്നേകമാകും, സർവേശ്വരൻ സകലർക്കും ഒന്നാകും. അന്ന് യാക്കോബമാർ റോമകർ പെന്തക്കോസ് വേർപാടും. അന്ന് യാക്കോബമാർ റോമകർ പെന്തക്കോസ് വേർപാടും. പിന്നെ CSIയിലെത്തിന് ലണ്ടനും ചർച്ചിലും യേശുവിൽ ഒന്നാകും. ഒരു ചെറിയ തിരുത്ത് കൊടുക്കുക. ഇതിൽ നിന്നെല്ലാം മാനസാന്തരപ്പെട്ടു വന്നവരൊന്നാകും. അപ്പോൾ സുവിശേഷം എന്തല്ല? മതം മാറ്റമല്ല. സുവിശേഷം സഭ മാറുകയല്ല. സുവിശേഷം സംഘടന മാറുന്നതല്ല. ഒരു സംഘടന പ്രവർത്തിച്ചു, അപ്പം അവിടുന്ന് കിട്ടുന്നതിലും കൂടുതൽ വേറൊരു സംഘടന തരാമെന്ന് പറഞ്ഞപ്പോൾ എടുത്ത് അങ്ങോട്ടൊരു പോയെന്നല്ല, ചാടി പോയെന്ന് പറഞ്ഞാൽ ഒരു സുഖം വരുന്നില്ല. ഈ പെമ്പിള്ളാർക്ക് അറിയാം, ഇപ്പോഴത്തെ കളികളും പഴയ കളികളും ഒക്കെ ആയിട്ട് പണ്ട് അക്ക് കളിക്കുന്ന ഒരു പരിപാടിയുണ്ട്, കണ്ടിട്ടില്ലേ? ഒരു വശത്ത് 4 കളം, ഇവിടെ 4 കളം. പണ്ടൊക്കെ ചെയ്യുന്നത് ഈ ചട്ടിയുടെയോ കലത്തിൻ്റെയോ പൊട്ടിച്ച് വെച്ച് അത് നല്ല ഒരച്ച് വൃത്തത്തിലാക്കി വെച്ച് ഇങ്ങനെ ഇട്ടത് ഇതാ. അല്ല, ഇപ്പൊ ഇത് സംഘടന മാറുക, എടുത്ത് ചാടുക. കഴിഞ്ഞ മാസം വേറൊരു സംഘടന, അപ്പോൾ ഒരാൾ പറഞ്ഞ് 10 രൂപയുടെ കൂടുതൽ കൊണ്ട് എടുത്ത് ചാടി. കളം മാറിയെന്നേ ഉള്ള, ആള് മാറി. തന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയാവും. അപ്പൊ ഇത് സംഘടന മാറുന്നതല്ല സുവിശേഷം. പിന്നെന്താ സുവിശേഷം? സുവിശേഷം ജാതി സ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന മാർഗമല്ല. ഞങ്ങളാണ് കൂടിയ ജാതി, അവന് കുറഞ്ഞതാണ്, ഞങ്ങൾ ഇച്ചിരി കെടി കെട്ടിയതാ, മറ്റവൻ അത്ര പോരാ, ഇവന് ഒറിജിനലാ, മറ്റവൻ പീത്തയാ. മാത്രമല്ല ഞങ്ങളാണ് തനി ആൾക്കാർ, അതുകൊണ്ട് ഞങ്ങൾ മാത്രം ഇവിടെ താമസിച്ചാൽ മതി, വന്നവനെല്ലാം വരത്തനെല്ലാം കൂടെ ഇവിടെ വിട്ട്, അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും പോകണം. മനസ്സിലായോ? എല്ലാവരും വന്നവരാ. പണ്ട് നമ്മുടെ ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ആദ്യം വന്നവർ പോകും, അന്നേരം പിന്നെ പുറകെ വന്നവർ. ഓർഡർ അങ്ങനല്ലേ? അപ്പൊ ഇത് മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതല്ല, ജാതി സ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതുമല്ല സുവിശേഷം. മാത്രമല്ല അവരനെ കൊലയ്ക്ക് കൊടുക്കാൻ പ്രേരണ കൊടുക്കുന്ന പ്രസംഗമോ ഉപദേശമോ അല്ല സുവിശേഷം. അങ്ങനെയുള്ള ഒത്തിരി ഉപദേശങ്ങളും മാർഗങ്ങളുമുണ്ട്. ചിലരുടെ പ്രസംഗമൊക്കെ കേട്ടാൽ അന്നേരം വടിവാളും എടുത്തോണ്ട് മറ്റവന്റെ വെടലിയും കണ്ടിച്ചോണ്ട് വരത്തക്ക വിധത്തിലുള്ള സാധനം അങ്ങോട്ട് ഇറക്കി വിടുന്ന സുവിശേഷം അതല്ല. ശത്രുക്കളെ സ്നേഹിക്കണം, ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കണം, ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ചാൽ 2 നാഴിക നടക്കണം. സ്തോത്രം. ഈ കന്നത്തടിച്ചാൽ ഇവിടെ കൂടെ കാണിച്ചു കൊടുക്കണം. ഇതാ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്, നിങ്ങൾ അങ്ങ് ഇരിക്കുകയും ചെയ്യും. പിന്നെ പോയി കഴിയുമ്പോൾ പറയുമോ വലിയ കഴമ്പില്ലായിരുന്നെന്ന് പറയും.
അപ്പോൾ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, എന്താണ് സുവിശേഷം? അത് പറയുന്നതിന് മുമ്പ് എന്തല്ല സുവിശേഷം? മതം മാറ്റമല്ല, സംഘടന മാറുകയല്ല, സഭ മാറുകയല്ല, ആളെ കൂട്ടി ബഹളം ഉണ്ടാക്കുന്നതല്ല, അവരുടെ പെടലി എടുക്കുകയല്ല, ജാതി സ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതല്ല, മറ്റുള്ളവരെ വൈരാഗ്യ ബുദ്ധിയിലേക്ക് നടത്തുന്നതല്ല സുവിശേഷം. പിന്നെന്താണ് സുവിശേഷം? അറിയാമല്ലോ, വായിച്ചോ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനപാഠമാ. എന്നാലും കർത്തദാസൻ ഒന്ന് വായിച്ചു സഹായിച്ചാട്ടെ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതാകുന്നു സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സമീപ സ്ഥലത്തോ വീടുകളിലോ വഴിത്തലക്കിലോ ശബ്ദപരിധിയിലോ അല്ല, ആ ദൂരത്തിരുന്ന് ഈ ഓൺലൈനിൽ കൂടെ ആരേലും ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, ഇതെന്താണെന്ന് അറിയാത്ത ആരേലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി അവരുടെ അറിവിന് പിറകെ സുവിശേഷം എന്തെന്ന് ചോദിച്ചാൽ, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് സുവിശേഷം. അതാണ് സുവിശേഷം. ലളിതമായിട്ടാണ് ചിന്തിക്കുന്നത്. ഓടിച്ചോ എനിക്ക് വായിച്ചു തരുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. ഇനി എന്തിനാണ് സുവിശേഷം? എന്തിനാ സുവിശേഷം? എന്തിനാ? വായിച്ചേ. തീത്തോസിന്റെ ലേഖനം 2:11. അറിവുള്ള വാക്യമാ, എങ്കിലും വായിച്ചോ. എല്ലാം അറിയാമൻ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അനുനമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന ഓരോ പദങ്ങളും എടുത്ത് പറയേണ്ടത് തുനിയുന്നില്ല. നമ്മുടെ എടുത്ത വിഷയത്തോട് ബന്ധപ്പെട്ട് പറയുക. എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. അതിനാ സുവിശേഷം. ഇത് ഒരു വിഭാഗത്തിൽപ്പെട്ടവരോ ഒരു സമൂഹത്തിൽപ്പെട്ടവരോ ഒരു ഏരിയയിൽപ്പെട്ടവര് മാത്രമല്ല രക്ഷപ്പെടേണ്ടത്. ഒരു താലൂക്കിലോ ജില്ലയിലോ സംസ്ഥാനത്തിലോ ഒരു രാജ്യത്തുള്ളവര് മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യനും രക്ഷപ്പെടണം. അതിനാണ് സുവിശേഷം. ഏതാ? സകല മനുഷ്യർക്കും രക്ഷപ്പെടണം. ദൈവത്തിന്റെ മകൻ. അതാ വളരെ ക്ലിപ്തമായിട്ട് ഒന്നുകൂടെ വായിച്ചോ. 11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പോ എല്ലാവരും രക്ഷപ്പെടണം. അല്ലാതെ ഞങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലേ, ഇന്ന ആൾക്കാർ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രക്ഷപ്പെടണം. ഈ ദൈവദാസന്മാരും ദൈവമക്കളും മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരും വീഡിയോ പകർത്തുന്നവരും റോഡിന് വെളിയിൽ നിൽക്കുന്നവരും ശബ്ദപരിധി കേൾക്കുന്നവരും പുറകിലിരിക്കുന്ന എല്ലാവരും രക്ഷപ്പെടണം. അതിനാ സുവിശേഷം. ദൈവത്തിന്റെ മകത്ത് ഓടിച്ചു പോകാം. ഇന്ന് ഇപ്പം വിശദീകരിച്ച് പോകാനൊന്നും നോക്കുകയില്ല. വാച്ച് തരികയാണെങ്കിൽ ഞാൻ നോക്കി പറയാം. ഇല്ല, ഞാനങ്ങ് നിന്ന് പറയും. ഇത് കറക്റ്റാണ്. അതാ നല്ലത്. അത് തെളിഞ്ഞു കാണാം. ഇത് എല്ലാം മുത്തും എല്ലാം 9 അപ്പൊ എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. അടുത്തത് 3-ാമത്തെ പോയിന്റ്. ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? ആരാ കേൾക്കണ്ടേ? 2 വാക്യം. മർക്കോസ് 16:15 13:10 വായിക്കേ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ. യേശു കർത്താവ് നേരിട്ട് പറയുക. പിന്നെ അവിടുന്ന് അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അംഗീകരിക്കുവോ അംഗീകരിക്കാതിരിക്കുവോ അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മളിത് പറയണം.
ഒരു കാര്യം ഉൾക്കൊള്ളുന്നതോ അംഗീകരിക്കുന്നതോ അവനവൻ്റെ വ്യക്തിപരമാണ്. പക്ഷേ ഇത് പറയുക എന്നുള്ളത് സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. സുവിശേഷം ചേർത്ത് വായിച്ചോ 13:10. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകും. സകല ജാതികളോടും ഇത് പ്രസംഗിക്കണം. കണ്ടോ? അപ്പൊ സകല സൃഷ്ടിയോടും ഇത് സുവിശേഷം പറയണം. സകല ജാതികളോടും ഈ സുവിശേഷം പറയണം. ഈ ജാതിയും മതവും വർഗവും വർണ്ണമൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്ന മനുഷ്യജാതി എന്ന് പറയുന്നൊരു ജാതിയാണ്. അത് ഒറ്റയൊരുത്തൻ്റെ സന്തതിയാണ്. മിക്കതിനും വിശ്വാസമൊന്നുമില്ല, ചുമ്മാ വന്നിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഒറ്റയൊരുത്തൻ്റെ സന്തതിയാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ. ഇവിടെ ഇരിക്കുന്നതല്ല കേരളത്തിലുള്ളത്, അല്ല ഇന്ത്യയിലുള്ളത്, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ഒറ്റയൊരുത്തൻ്റെ സന്തതിയാണ്. ആണെന്ന് അന്നേരം ചെല്ല് പറയുക, നമ്മൾ പ്രത്യേകമാ, ഇവർ പ്രത്യേകമാ, നമ്മൾ വേറെ. എല്ലാവരും ഒറ്റയൊരുത്തൻ്റെ ആടാ. ഒരു വാക്യം വായിച്ചേ, ഒരെണ്ണത്തിന് വിശ്വാസവും ഇല്ല. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ തിരുവെടുത്ത് പെട്ടെന്ന് വായിക്കും. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയോളം. അപ്പൊ ഒറ്റ ഒരുത്തന്റെ സന്തതിയാണ്. അപ്പൊ ആ ചിന്ത ഉണ്ടായിരിക്കണം. ഇതങ്ങനെ ഇപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ പല ചിന്തയാണ്. അവര് മറ്റേത് ആരുടെ മറ്റേത്? നിങ്ങളുടെ പോട്ടം കണാപ്പാ, നീ വേദപുസ്തകം വിശ്വസിക്കാതെ ഇതുമായിട്ട് രാവിലെ വെടികൊണ്ട പന്നി പോകുമ്പോൾ ഓടുക ഓളിലോട്ട്. ഇവനാ വന്ന് ഓള് തുറക്കുന്നത്, പൂട്ടുന്നത്. പക്ഷെ ഇവൻ ഇതിനകത്ത് ഒരു കാര്യവും വേദപുസ്തകം പഠിപ്പിക്കുന്നത് അല്ലാതെ അങ്ങനെ തന്നെ. ഈ ഭൂതലത്തിലുള്ള സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നടുത്ത് മറ്റവര് കുറഞ്ഞതാ, ഈ ഊളം മർത്താനം ഒന്നും പറയരുത്. ഇങ്ങനത്തെ ഊളം മർത്താനം കേട്ടുമിരിക്കരുത്. ഏനാ മാതുകൂടി ഞാൻ തലയെ കൈ വെക്കുന്ന ബോധമില്ലാത്തവനെ വിളിച്ചെന്ന് ഓർത്താന്ന്. സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. ആദിമനുജനാം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും. ആദിമനുജനാം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും. അപ്പം ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. അപ്പൊ ഈ ജാതിയും വർഗവും വർണ്ണവും ഒക്കെ നമ്മൾ ഒപ്പിച്ചതാ ഇല്ലേ? അവര് ബ്രാഹ്മണര് കൂടിയത്, മറ്റവര് ക്ഷത്രിയര് ഇച്ചിരൂടെ താനത്, മറ്റവര് വൈശ്യര്, അവര് ഇത് ശൂദ്രര്. ചുമ്മാ ഈ ബെടല വർത്താനം ഒന്നും പറയരുത്. എന്തിനാ അവരുടെ കാര്യം പറഞ്ഞ? നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ ഇല്ലേ? ഇല്ലേ? സത്യം പറ. ഇല്ലേ? നമ്മൾ ഈ പുള്ളി ആദ്യം നീ എല്ലാം മാനസാന്തരപ്പെട്ട് വെറുതെ വന്ന് കസാര നിറച്ചിരിക്കുക. അയ്യോ, ചിരിക്കാനും രസിക്കാനും പറഞ്ഞതല്ല. വേദപുസ്തകം വിശ്വസിക്കണം, അതിനനുസരിച്ച് വേണം മുമ്പോട്ട്. അതുകൊണ്ട് ആരെങ്കിലും വന്ന് പറയാ ചാക്കോ അറിയാച്ചല്ലേ അമ്മാമേ, നമ്മുടെ ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ച്, അതാണ് നമ്മുടെ ആൾക്കാർ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് സകല എണ്ണ ഒറ്റ ഒരുത്തന്റെ സന്തതിയാണ്. ഈ ഉപദേശമല്ലാതെ വേറൊരുത്തൻ വീട്ടിൽ കയറിയാ അതിനെ വീട്ടിൽ കയറ്റരുത്. എന്തെങ്കിലും തർക്കം ഉണ്ടായി ഇപ്പൊ പറയണം. സഭയ്ക്കകത്ത് ചിന്തിരിപ്പുണ്ടാക്കാൻ, കലക്കം ഉണ്ടാക്കാൻ, ആൾക്കാരെ ഭിന്നിപ്പിക്കാൻ, വർഗീയത ഉണ്ടാക്കാൻ
അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാൻ ഇതുപോലത്തെ ദോഷം ഒപ്പിച്ചുകൊണ്ട് വരുന്ന ഒറ്റ ഒരുത്തനെ വീട്ടിൽ കയറ്റരുത്. അവനുമായിട്ട് കുശലാന്വേഷണം വേണ്ട. വേദപുസ്തകം പഠിപ്പിക്കുന്നത് സകല മനുഷ്യന് ഒറ്റ ഒരുത്തന്റെ സന്തതിയാണ്. അതുകൊണ്ട് സഭയ്ക്കകത്ത് വന്നാലും തരംതിരിവ് പാടില്ല. മനസ്സിലായി? എല്ലാവർക്കും ഒരു ദൈവത്തിന് മഹത്വം. അങ്ങനെ ആരെയും പറഞ്ഞാൽ അവനെ അന്നാലും ശാസിച്ചിരുത്തണം. എന്നോടൊരുത്തൻ ചോദിച്ചു, അച്ഛാ അതാരാ നിനക്ക് കണ്ടിട്ട് പിടികിട്ടുന്നില്ലേ? നിനക്ക് പിടികിട്ടുന്നില്ലേ പുള്ളി ആരാന്ന്? അവൻ ചോദിച്ചെന്റെ ഉന്നം എനിക്ക് എൻ്റെ അടുക്കലോട്ടെങ്ങാനും വന്നാ നിന്നെ ഞാൻ സകല മനുഷ്യരും ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. അപ്പൊ ഈ ജാതിയും വർഗവും വർണ്ണമൊക്കെ മനുഷ്യനൊപ്പിച്ച വിനകൃതികളാണ്. അതുകൊണ്ട് ദൈവം പറയാ എല്ലാവരോടും സുവിശേഷം അറിയിക്കണം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? സർവ്വ സൃഷ്ടികളും സകല ജാതികളും സുവിശേഷം കേൾക്കണം. അടുത്തത്, ഈ സുവിശേഷം എങ്ങനെ പറയണം? അത് പറയേണ്ട വിധമുണ്ട്. സുവിശേഷം എങ്ങനെ? ചുമ്മാ രാവിലെ ഒരു കളസം എടുത്തിട്ടൊരു സഞ്ചിയും തൂക്കി തമ്പിയുടെ കൃത്യമായിട്ട് ഇറങ്ങിപ്പോകരുത്. ഏതൊരു ഭർത്താവിൻ്റെ മൂട്ടിലും ആ പോസ്റ്റിൻ്റെ കീഴും ചെന്ന് അങ്ങനല്ല. ആ നിപ്പും പടുതിയും കാണുമ്പം മനസ്സിലാകും ഗതികേട് പിടിച്ചൊരു വയ്യാവേലിയാന്നല്ലോ. എങ്ങനെയാ ഇത് പറയേണ്ടത്? 2 വാക്യം ഞാൻ തെളിയിക്കാം. വചനത്തിന്ന് എല്ലാം വചനത്തിന്ന്. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ലെ ഞാൻ പോയി കഴിയുമ്പോൾ അയാൾ ഏതാണ്ടെല്ലാം പറഞ്ഞു വെച്ച് പോയെന്ന് പറയും. ഇതെല്ലാം വായിപ്പിക്കാമെങ്കിൽ എടാ പുള്ളി കാര്യമൊക്കെ ആണെന്നില്ല, എല്ലാം വേറെ പുസ്തകത്തിൽ നിന്നാ. അത് മതി, അതാ നല്ലത്. അപ്പൊ എങ്ങനെ സുവിശേഷം പറയണം? പോകുന്നവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഇല്ലേ? പോകുന്നവരുണ്ടല്ലോ, ലഘുലേഖയായിട്ടും സഞ്ചിയൊക്കെ എടുത്ത് ട്രാക്റ്റുമൊക്കെ ആയിട്ട് ചെറിയ മൈക്കും ഒക്കെ ആയിട്ട്. നല്ല കാര്യം, നാളെയും പൊക്കോണം, മരണം വരെ പൊക്കും. പക്ഷെ ഇത് പോകുമ്പോൾ ഇത് എങ്ങനെ പറയണം? വായിച്ചേ, റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 21. എടാ അവിടെ അടങ്ങിയിരിക്കടാ. വായിച്ചേ. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ, നന്നായിട്ട് വായിക്കേ. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും. വായിച്ചോ. കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും. അടുത്തത്, എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. സുവിശേഷം അറിയിക്കുവാൻ അഭിമാനിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ ദൈവദാസനെ. 22 22 21 ഒന്നുകൂടെ വായി. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്ന പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. സുവിശേഷം അറിയിക്കുവാൻ അഭിമാനിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇതെങ്ങനെ അറിയിക്കണം? അഭിമാനത്തോടെ അറിയിക്കണം. എന്റെ സഹപടന്മാരോട് ഞാൻ പറയുകയാ, വ്യക്തികളോടാന്നേലും കുടുംബത്തോടാന്നേലും ദേശത്തോടാന്നേലും ഒരു വലിയ സമൂഹത്തോടാന്നേലും അല്ല, എൻ്റെ ഭാഷക വാർഡ് മെമ്പറോടാന്നേലും പഞ്ചായത്ത് പ്രസിഡന്റിനോടാന്നേലും MLA യോടാന്നേലും MP യോടാന്നേലും മന്ത്രിയോടാന്നേലും തന്ത്രിയോടാന്നേലും അഭിമാനത്തോടെ പറയണം. അല്ല ചുമ്മാ അവിടെ ചെന്ന് പമ്മി ഇരുന്നേച്ച് ആരും കണ്ടതും ട്രാക്ട് കൊടുക്കുക. എടാ, ഈ വേറെ പുസ്തകവും പിടിച്ചോണ്ട് അന്തസ്സായിട്ട് വേണം സുവിശേഷം പറയാൻ. ഇത് നല്ല അഭിമാനമുള്ള പുസ്തകമാണ്. ഇതിനകത്തെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയും, ഇതിനകത്തെ പ്രതിപാദ്യ പുരുഷൻ യേശു ക്രിസ്തുവാണ്. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, യോനയിലും വലിയവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. ആ വലിയവനാകുന്ന ദൈവത്തിന്റെ കാര്യം നല്ല അഭിമാനത്തോടെ പറയണം.
ഒരു ജോഡിയെ ഉള്ളതിലും വൃത്തിയായിട്ട് കഴുകി ബട്ടൺസ് പോയെങ്കിൽ അതൊരു ബട്ടൺസ് കൂടെ ഫിറ്റ് ചെയ്ത് ഉമ്മാ കൂറ കുത്തിപ്പോയി നിൽക്കരുത്. നീ ഒരു കിത്താപ്പുമായിട്ടങ്ങ് പോവുക. തുണിയും കഴുകുകയില്ല, ഉളുക്കുകയില്ല, മുടിയും വെട്ടുകയില്ല. എല്ലാവരുടെയും കാര്യമല്ല, ചില വിടക്കിൻ്റെ കാര്യമായി പറഞ്ഞു. അങ്ങനല്ലേ പറയണ്ടേ? ഇത് അഭിമാനത്തോടെ പറയണം. എന്തുവാ? സുവിശേഷം. അയ്യോ, ഇത് അഭിമാനത്തിന്റെ വിഷയമാ. ഒത്തിരി കാര്യം പറയാനുണ്ട്. ഇത് ചത്ത് മണ്ണടിഞ്ഞ മാർഗമല്ല, 3-ാം ദിവസം ഉയർത്ത മാർഗമാണ്. അഭിമാനമില്ലേ? അഭിമാനമില്ലേ? ദൈവത്തിന് മഹത്വം. ഇത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന മാർഗമാ. ഇത് രോഗികളെ സൗഖ്യമാക്കുന്ന മാർഗമാ. ഇത് ഭൂതഗ്രസ്തരെ വിടുവിക്കുന്ന മാർഗമാ. ഇത് അവൻ സ്വതന്ത്രം രക്ഷിക്കുന്ന മാർഗമാ. അഭിമാനത്തോടെ പറയണം. സ്തോത്രം. ആട്ടെ ഞാൻ അങ്ങ് എല്ലാം അങ്ങ് ചുരുക്കുക, ലോപിക്കുക. ദൈവത്തിന് മകൻ. അപ്പൊ ഈ സുവിശേഷം എങ്ങനെ പറയണം? ഒന്ന്, അഭിമാനത്തോടെ പറയണം. ആരെയും കാണുമ്പോൾ നീ ചൂളരുത്. ഞാൻ ദൈവത്തിൻ്റെ മഹാകൃപയിൽ ശരണപ്പെട്ട് പറയുക, ഞാനിത് അവനോടും പറയും. എനിക്ക് പേടിയൊന്നും. മാന്ത്രികാന്തലും കൊള്ളാം, താന്ത്രികാന്തലും കൊള്ളാം, MLA ആണെന്നും കൊള്ളാം, MP ആണെങ്കിലും അവർ ബഹുമാനിക്കും. പക്ഷെ ഇത് പറയും, നീ രക്ഷിക്കപ്പെടാൻ പറയും. മൈക്ക് ഓപ്പറേറ്റ്, അത് നിങ്ങളോട് രക്ഷിക്കപ്പെട്ടതല്ലേ? വീട്ടിൽ നിങ്ങൾ ഇതെല്ലാം തിരിച്ചും മറിച്ച് വെച്ച് അവസാനം നരകത്തിപ്പോയി. ഇത് അഭിമാനത്തോടെ പറയണം സുവിശേഷം. അപ്പൊ ഇതെങ്ങനെ പറയണം? ഒന്ന്, അഭിമാനത്തോടെ പറയണം. പിന്നെ പറയുന്നവര് എങ്ങനെയാ ഇത് പറയേണ്ടത്? ഒരു വാക്യം വായിച്ചേ ദൈവദാസനെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അറിവുള്ള വാക്യമാ, പറഞ്ഞു. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കിക്കേ. കുറെ വാക്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. നന്നായിട്ട് വാക്യം പറയും, വചനമേ അറിയാം, നന്നതുപോലെ പറ. പക്ഷെ അനക്കോവില്ല, ആവിയില്ല, നിന്ന്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം, രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുകയില്ലയോ? അതിന് അടിസ്ഥാനമായിട്ട് ഒരു വാക്യം വായിക്കാം. ഈ വാക്യത്തെ 8ആയിട്ട് കീറി അതിൻ്റെ ഒരു കീറെടുത്ത് വേറെ 3ആയിട്ട് കീറുക. അതിനെ 2ആയിട്ട് കീറിയാൽ അതിന് 3 കീറുണ്ട്. അതിൻ്റെ ഒരു കീറിൻ്റെ 2ാമത്തെ ഭാഗത്തിൽ നിന്നാണ് ഞാൻ എന്നാ തിട്ടമാണെന്നറിയാം. പക്ഷേ വായിച്ച് എങ്ങനെയാ പറയണ്ടേ? ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം ഇങ്ങനെ പറയല്ല. ഗൂഗിളിൽ കയറിയ ഇഷ്ടം പോലെ വാക്യമുണ്ട്. ഇവിടെ ഒരു ഉപദേശം പറഞ്ഞു, ഗൂഗിളിൽ നിന്നാ കിട്ടുന്നെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ബൈബിളിൽ നിന്നാ കിട്ടും. അതിന് 2 കാര്യമുണ്ട്. എനിക്ക് ഗൂഗിളിൽ കയറാൻ അറിയത്തില്ല. ഈ അബദ്ധത്തിൽ എങ്ങാനും കയറിയാൽ ഞാൻ ഇറങ്ങിയും വരികയില്ല. അപ്പം അതുകൊണ്ട് കയറാതിരിക്കുന്നതല്ലേ നല്ലത്. പിന്നെ ഞാൻ കയറുന്നതല്ല ഈ വേദപുസ്തകത്തിലാണ്. ഗൂഗിളിൽ കയറുന്ന തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കയറുന്നവർ കയറട്ടെ. പക്ഷെ ഞാൻ കൂടുതലും കയറുന്നത് എന്നെ തപ്പുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യങ്ങൾ റെഫറൻസ് ഇങ്ങനെ പറയല്ല. പിന്നെ എങ്ങനെ വായിച്ചത് ദൈവദാസനെ? ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും കൂടെ മതി. അപ്പോൾ എങ്ങനെ ആ സുവിശേഷം അറിയിക്കേണ്ടത്? 1, അഭിമാനത്തോടെ പറയണം. 2, അവൻ ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും. ഈ പ്രായത്തിലും ചാടുന്ന ചാട്ടം പുള്ളിയിൽ നിന്ന് അടങ്ങിയിരിക്കാൻ തോന്നുന്നു. എന്തോ 60 വയസ്സുണ്ടോ? 62, 55 അനങ്ങാൻ പോലും മേലെ ആണ്ടിരിക്കുന്നു. കൈയടി കണ്ടാൽ ഇപ്പൊ അവനെ അഡ്മിറ്റ് ആകാൻ തോന്നും. അവൻ്റെ ഇരിപ്പും 2.5 അരിയുടെ ചോറങ്ങ് തിന്നും. 2.5 അരിയുടെ ചോറ് തിന്നുമെന്ന്. 2.5 അരി എന്ന് പറഞ്ഞാൽ അമ്മയെ പറയാമേ, 2.5 അരി എന്ന് പറഞ്ഞാൽ എത്രയാ?
അരയരിയും കൂടെ ആണോ? പിന്നെ എത്രയാ? വെപ്പം കുടിയൊന്നും ഇല്ലയോ? പഴയ കണക്കാ 2.5 അരിയുടെ ചോറ്. അമ്മ പറഞ്ഞേ ഈ അമ്മ. ഏ 2.5 അരി എന്ന് പറഞ്ഞാൽ 2 ഇടങ്ങഴിയും അതിന്റെ പകുതി. ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ എത്രയാ മോളെ? കൊച്ചുങ്ങൾക്കൊന്നും അറിയാൻ മേലെന്ന്, അതൊക്കെ കഴിക്കാൻ അറിയാന്നല്ലാതെ അളവറിയത്തില്ല. പഴയ അളവാ. പോട്ടെ. അപ്പൊ ഇനി അത് പറഞ്ഞ് തർക്കമൊന്നും വേണ്ട കേട്ടോ. ഒരു കാര്യം പറയാ, ഈ പ്രായത്തിലും എഴുന്നേറ്റ് എന്തോ ചാട്ടോ ഉണർവും ശക്തിയുമാ. ഇത് ശക്തിയോടാ പറയണത്. അവൾ സുവിശേഷം എങ്ങനെ അറിയിക്കണം? 1, അഭിമാനത്തോടെ പറയണം. 2, ശക്തിയോടും പരിശുദ്ധാത്മാവോടും വേഗനിശ്ചയം ഉണ്ടായിരിക്കണം. ചുമ്മാ തപ്പി കളിക്കരുത്. 8-ാം വാക്യം വായിച്ചു ഉടനെ അതല്ല ഭാഷ. എന്നാ 12 വായിച്ചു. 12 ഭാഷ. എന്നാ 13 വായിക്കും. 13 അതാ ഭാഷ. അതില്ല. ഇല്ലേ? എന്നാ ഇനി സാക്ഷി പറ. ഉണ്ടോ? പുള്ളി റവറൻ്റാ. ഒരു ചക്കും പുക്കും അറിയാനും മേല. ഇരിപ്പൊക്കെ കണ്ട പൗലോസ് പോലും എൻ്റെ വെട്ടത്ത്. ഇത് ബഹുനിശ്ചയത്തോടെ പറയണം. അപ്പൊ എങ്ങനെ സുവിശേഷം അറിയിക്കണം? 1, ഇത് അഭിമാനത്തോടെ പറയണം. 2, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും പറയണം. ഈ ഓർമ്മയില്ലാത്തവർ എഴുതി വെക്കണം. എല്ലാവർക്കും ഓർമ്മ ചിലപ്പോൾ നിന്നെന്ന് വരും, ചിലപ്പോൾ നോട്ട് ചെയ്തേക്കണം. അത് തെറ്റൊന്നുമല്ല. ചില വിശ്വാസികൾ പറയാറുണ്ട്, ഞങ്ങളുടെ മാസ്റ്റർ കുറിപ്പ് വെച്ചാണ്. അയാൾക്ക് വിവരമുണ്ട്. അയാൾക്ക് വിവരമുള്ളത് കൊണ്ടാണ് ആ കുറിപ്പ് വെച്ച് പറയുന്നത്. ആ കുറിപ്പ് വെക്കുമ്പോൾ 2 കാര്യമാണ്. 1, അങ്ങേര് പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ല എനിക്ക് ഇപ്പം കിട്ടിയാന്ന് പറഞ്ഞ് തുറന്ന ഉടനെ യൂദാ പോയി തൂങ്ങിച്ചത്തു. അയ്യോ, മനോഭാരത്തോടിരിക്കുന്ന നമുക്ക് അവനെ കേൾപ്പിക്കാം. യൂദാ പോയി ഉടനെ പിന്നെയും പറഞ്ഞു നീയും പോയി അങ്ങനെ തന്നെ. ഉടനെ പിന്നെയും നോക്കുക, ഇനി താമസിക്കുന്ന എന്ത്? തീർന്നല്ലോ. അവന്റെ കാര്യത്തിലൊരു അപ്പൊ ഇത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ പറയണം. സുവിശേഷം ശക്തി ഉണ്ടെന്ന് ഇതിന്. അപ്പൊ ഇങ്ങനെ ദൈവദാസന്മാർ അഭിമാനത്തോടെ, ശക്തിയോടെ, പരിശുദ്ധാത്മാവോടെ, ബഹുനിശ്ചയത്തോടെ സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ കേൾക്കണ്ടേ? വായിച്ചേ 6-ാം വാക്യം. ഇപ്പം വായിച്ച അധ്യായത്തിന്റെ 6-ാം വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിരും. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. മതി അങ്ങനെ കൈക്കൊള്ളണം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ആ വചനം സുവിശേഷം. ആദിയിൽ വചനം ഉണ്ടായിരുന്ന വചനം ദൈവത്തോടുകൂടെ. ആ വചനം വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെയുള്ള സുവിശേഷം, ആ വചനം, ആ സദ്വർത്തമാനം, ആ നല്ല വാർത്ത ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ കൈക്കൊള്ളണം. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് പലർക്കും പ്രശ്നമുള്ളവരാ. കടഭാരമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, തലമുറയില്ലാത്തവരുണ്ട്, തലമുറയുടെ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, പോരാട്ടങ്ങളിൽ കൂടി പോകുന്നവരുണ്ട്. പറയാൻ പറ്റുന്ന വിഷയവും പറയാൻ പാടില്ലാത്ത വിഷയവും, രഹസ്യമായ വിഷയവും പരസ്യമായ വിഷയമൊക്കെ ഉള്ളവര്, നാനാ വിഷയഭോഗങ്ങളിൽ മനോഭാരത്തോടെ വന്നവർ ഇതിനകത്ത് കാണും. അതൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം, ഈ സുവിശേഷം എങ്ങനെ കേൾക്കണമെന്നറിയാമോ? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളണം.
ചിലരുടെ ആ ഇരിപ്പൊക്കെ കണ്ടിട്ട് നല്ല കടുപ്പമുള്ള ചായ കൊണ്ട് തരാൻ തോന്നുന്നു. അതുപോലെ ക്ഷീണവും. നല്ല സന്തോഷത്തോടെ ചിലതൊക്കെ ഇവിടെ വലിയ കുഴപ്പമില്ല. ചിലയിടത്തൊക്കെ ചെന്നിരുന്ന ഈ നോട്ടം കണ്ടാൽ തന്നെ നമുക്കങ്ങ് സങ്കടം. ഒന്നാമത് എനിക്ക് നിങ്ങൾക്ക് ഒരു കളറും ഇല്ല. പിന്നെ ഈ വെട്ടത്തിൻ്റെ ഞാൻ പിന്നെ ഇതൊക്കെ വെള്ളം ഇട്ടത് കൊണ്ട് തന്നെ ഒന്ന് എടുത്തറിയാവുന്നേ ഉള്ളൂ. കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ടാ വന്നെങ്കിൽ പരിപാടി തീർന്നു. നമ്മൾ രണ്ടുമല്ല ഈ വെള്ളം ഇടുന്നതുകൊണ്ട് എടുത്ത് അതിൻ്റെ ഉള്ളൂ. അപ്പം ഒന്നേറെ എനിക്ക് നിങ്ങൾക്ക് ഒരു നല്ല കളറും ഇല്ല. അപ്പം ഈ ഉള്ള കളറേ ഉള്ളില്ല. സന്തോഷത്തോടെ കേട്ടെ. ഇരുവൻ്റെ മോന്തയും തെളിയല, മുഞ്ഞിയും തെളിയല, അവൻ്റെ ഇരിപ്പ് കണ്ട അന്നാ വയ്യാവേലിയൊക്കെ പുറകിലെങ്ങാനിരിക്കട്ടെ ഏറ്റവും പറണ്ടി വന്നു ചുമ്മാ വന്നു. അയ്യോ, ഇത് സന്തോഷത്തോടെ ഇത് കൈക്കൊള്ളണം. ഇവിടെ സ്റ്റേജിലിരിക്കുന്ന യുവരാജന്മാരൊക്കെ ഇതിനൊക്കെ യോജിച്ച് ആസ്വദിച്ചിരിക്കുന്നു, അഭിനന്ദിക്കുന്നു. ചില സ്റ്റേജിൽ ചെന്ന ചുമ്മാ കുറേ എണ്ണം നിരന്നിരിപ്പുണ്ട്. സെക്രട്ടറിയാണ്, ട്രഷറാണ്, കമ്മിറ്റിയാണ്, കൗൺസിലാണ്, എന്നതാണ് ഇവനെല്ലാം ഭ്രാന്ത് പിടിച്ചവനെ എല്ലാം കൂടെ പിടിച്ച് ഇവന്മാർ കൈ അടിക്കുകയില്ല, പാടുകയില്ല, സ്വോത്രവും പറയുകയില്ല, വേറെ പുത്തവും തുറക്കത്തില്ല. ചില ആൾക്കാരാണ് സ്റ്റേജ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങ് മൊബൈലിൽ അങ്ങ് മാന്തുക ഉണ്ട്. ഇവനെ കണ്ടോണ്ടാ വിശ്വാസി ഇരിക്കണം. അവൻ അവിടെ നിന്ന് തോണ്ടും, ഇവൻ മാന്തും, അവൻ തോണ്ടും. ദൈവസന്നിധി വന്ന് സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. എനിക്ക് നിങ്ങൾക്കും എല്ലാം പ്രശ്നമുള്ളവരാ. ഇവിടെ പ്രശ്നമില്ലാത്ത ആരായിരിക്കുന്നത്? എല്ലാവർക്കും അവരുടേതായ പ്രശ്നം. പഴമക്കാര് ഒരു പഴഞ്ചൊല്ല് പറയും, നിങ്ങൾക്കറിയാം, ആനയ്ക്ക് അടിഭാരം, ഉറുമ്പിന് അരിഭാരം എന്ന് പറഞ്ഞ് എല്ലാവരും വിവിധ വിഷയങ്ങളിൽ ഞരങ്ങുന്നവരാ. എന്നാൽ ഇന്ന് രാത്രി ഞരക്കമൊക്കെ ഉണ്ടെങ്കിലും ദൈവസന്നിധി വന്നിരുന്ന് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോട് ഈ വചനമൊന്ന് കൈക്കൊണ്ട് ഈ സുവിശേഷം ഒന്ന് കേട്ട് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോട് അലസതയൊക്കെ മാറ്, ഉദാസീനത മാറ്റ്, ആലസ്യമെല്ലാം മാറ്റ്, സന്തോഷത്തോട് ദൈവത്തിന്റെ വചനമൊന്ന് കൈക്കൊള്ളു. ഹല്ലേലൂയ. ഈ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. ദൈവനാസനെ ഒന്ന് വായിച്ച പേരെങ്ങനെ? ഹാൻസൺ. ഇരമ്യാവ് 48:10. ഇരമ്യാവ് 48:10. പെട്ടെന്ന് വായി, എല്ലാവരും കേൾക്കട്ടെ. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. മതി. ചാപം വലിച്ചു വേണ്ടിക്കൊണ്ട് പോകരുത് കേട്ടോ. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാ. എടാ, ഒരു കൈ അടിച്ചാൽ നല്ല ഉറക്കെ കൈ അടിക്കണം. ഒരു പാട്ട് പാടിയാൽ ശബ്ദമുണ്ടെങ്കിൽ നന്നായിട്ട് പാട്ട് പാടണം. ഒരു സ്തോത്രം പറഞ്ഞാൽ അത് നല്ല ശക്തിയോടെ സ്തോത്രം പറയണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ അതിനകത്തൊരു കഴമ്പുണ്ടായിരിക്കണം. ദൈവത്തിന് മഹത്വം. വാക്യമൊക്കെ നല്ല ശബ്ദത്തിലല്ലേ വായിക്കുന്നത്. അങ്ങനെ വേണം. ദൈവത്തിന് മഹത്വം. എന്ത് ചെയ്താലും നല്ല മനസ്സോടെ, തീക്ഷണതയോടെ. ഉഴപ്പരുത്. ഉഴപ്പിയാൽ ശാപമാണ്. ഞാൻ പെന്തിക്കോസിലാണ്, ഞാൻ ഇത്ര നാള് ഇതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമായില്ല. ഉഴപ്പരുത്. അലസത, ഉദാസീനത പാടില്ല. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ദൈവത്തിന്റെ വചനം ദൈവദാസന്മാർ പറയുമ്പോൾ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. സ്തോത്രം. അപ്പം നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയം എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാം. ആരാ കേൾക്കണ്ട? സകല സൃഷ്ടികളും സകല ജാതികളും കേൾക്കണം. എങ്ങനെ പറയണം? അഭിമാനത്തോടെയും ശക്തിയോടെയും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും പറയണം. 5. എങ്ങനെ കേൾക്കണം? ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ കേൾക്കണം. ഇനി ഈ കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നവരെങ്ങനെയാ ജീവിക്കണ്ടേ? ഇപ്പൊ കേട്ടോണ്ടിരിക്കുകയല്ലേ, 50 കൊല്ലമായിട്ട് കേൾക്കുന്നു, 70 കൊല്ലമായിട്ട്
നാളെ എന്നോട് ഒരാൾ പറഞ്ഞു ഞങ്ങൾ വെള്ളൂർ കേജയുടെ കാലം മുതലേ ഉണ്ടെന്ന്. അന്ന് മുതൽ കേൾക്ക് വെള്ളൂർ കേജ് അറിയത്തില്ലേ? അതുകൊണ്ടല്ലേ ഇവിടുത്തെ ചരിത്രം പറഞ്ഞേ. 2 കേജ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് മുതൽ കേൾക്കുകയാണ്. നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. ചെല്ലി പറയോ കുക്ക് സാഹിബ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. അയ്യോ വലിയ കാര്യം. കുക്ക് സാഹിബ് ആട്ടെ. നാളൊരുത്താൻ പറഞ്ഞു ഉണ്ണുണ്ണി സാറ് കിടന്ന കട്ടിലാണ്. ഉണ്ണുണ്ണി സാറ് കിടന്ന നല്ല കാര്യം. നീ കട്ടിലും തലയാണ് വേണ്ടെന്നും പറഞ്ഞ് ഇളകരുത്. ഈ സുവിശേഷം അപ്പൊ കേട്ടോണ്ടിരിക്കുകയല്ലേ? അപ്പൊ എത്ര കൊല്ലമായിട്ട് കേൾക്കുക, എത്രയോ കൊല്ലമായിട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പം ഈ കേൾക്കുന്നവർക്ക് എങ്ങനെ ആയിരിക്കണം? ഇത് കേൾക്കുന്നവര് എല്ലാം പറയാൻ നേരമില്ല. 2 കാര്യം പറയാം. സുവിശേഷം കേൾക്കുന്നവർ എങ്ങനെ ആയിരിക്കണം? സുവിശേഷം ഏറ്റെടുത്തവര്. വായിച്ച ദൈവദാസനെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം. എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിക്കാൻ സകലവും പൊറുക്കുന്നു. ഇങ്ങോട്ട് നോക്ക്. കവന്ന് കിടക്കരുത്, ഇങ്ങോട്ട് നോക്കണം. എന്ത് നല്ല വാക്യമാണ് മോന്, മനസ്സിലാകുന്നില്ലേ? ഒന്നുകൂടെ ദൈവദാസനെ ഒടുവിലത്തെ പറഞ്ഞ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിക്കേണ്ടതിന് സകലവും പൊറുക്കുന്നു. അപ്പൊ ഈ സുവിശേഷം കേൾക്കുന്ന ആൾക്കാര് എല്ലാം പൊറുക്കണം. 50 കൊല്ലമായിട്ട് കേൾക്കുക, സഭയിലിരിക്കുന്നവരോട് മിണ്ടുകയല്ല. ഒരു സഭയിലായിരിക്കുന്ന അവൻ കൊമ്പ് കൊടുത്തിരിക്കുക. എന്നിട്ട് പറയാ എൻ്റെ കൊക്കിന് ജീവനുണ്ടെ അവനോട് ഞാൻ. സുവിശേഷം കേൾക്കുന്ന സഹോദരി അമ്മായിയമ്മയോട് മിണ്ടുകയല്ല. അമ്മായിയമ്മ തള്ള മരുമകളോടും മിണ്ടുകയല്ല. 2 പേരും രാവിലെ സിയോങ്കിതാവിലിയായിട്ട് ഓട്ടമാണ്. ഒരുത്തി അങ്ങോട്ട് ഓടുന്നു, ഒരുത്തി IPC പോകുന്നു, ഒരുത്തി അർച്ചോക്കോടി പോകുന്നു. 2നെ കൈ NIV സിയോങ്കിതാവലി. എന്തിനിങ്ങനെ കാല് വന്ന നാവ് ഓടും പോലെ ഓടുന്നു? സുവിശേഷം കേൾക്കുന്നവൻ, കേട്ടിരിക്കുന്നവൻ, ഇത് ഏറ്റെടുത്തവൻ സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കേണ്ടതിന് സകലതും പൊറുക്കണം. നീ നിന്റെ സഹോദരനോട് രമ്യതപ്പെട്ടിട്ടുണ്ടോ? നീ നിന്റെ കൂട്ടുവിശ്വാസിക്ക് കൈ കൊടുക്കുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എന്താണെന്നോ എല്ലാവർക്കും ഒരു വീട്ടിലാ പാർക്കുന്നത്, തമ്മി കൊമ്പ, മിണ്ടുന്നില്ലെന്ന്, സഹകരിക്കുന്നില്ലെന്ന്, കൈ കൊടുക്കുകയല്ല. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, അപ്പനും അമ്മയും മക്കളും മരുമക്കളും എല്ലാം ഒടക്കാം. എല്ലാത്തിൻ്റെ കൈ വേദപുസ്തകമുണ്ട്. അവിടെ പിന്നെ പറയാ പക്ഷേ കുമ്മനാട്ട് പോകുമ്പോൾ ഒരെണ്ണം കൂടെ. എന്തിനാടി ഒരെണ്ണം കൂടെ? എന്തിനാ ഒരെണ്ണം കൂടെ? പക്ഷെ ഗിൽറ്റിട്ടത്, അതൊക്കെ എന്തിന് ഗിൽറ്റിട്ടത് വേണമെന്ന്. ഇത് എത്ര നാളുകൊണ്ട് കേൾക്കുക സുവിശേഷമേ. പക്ഷെ ഞാൻ എല്ലാ ആഴ്ചയിലും മെഡിക്കൽ കോളേജിൽ പോകുന്നുണ്ട്. എന്തിനാ? ലഘലേഖ കൊടുക്കാൻ. നല്ല കാര്യം. നീ എല്ലാം പൊറുക്കുന്നുണ്ടോ? ഞങ്ങളെല്ലാ സൺഡേയിലും ഉച്ച കഴിഞ്ഞ് സഞ്ചിയും തൂക്കിക്കൊണ്ട് ഇറങ്ങുക. എവിടാ? കാരിക്കോട്, ഇറുമ്പയം, പിന്നെ എവിടെ ചേർപ്പങ്കൽ, വൈക്കം,
പിന്നെ എല്ലായിടത്ത് ഞങ്ങളങ്ങ് പോവാ. എന്തിനു പോവാ? പരസ്യയോഗം. അവിടെ സ്വന്തം അനിയനോടും പെങ്ങളോടും മിണ്ടുകയില്ല. സ്വന്തം അനിയനോട്, ഞാൻ മാത്തുക്കുട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്, അല്ല നമ്മളങ്ങനെ അല്ലല്ലോ. എന്നാ പിന്നെ കുഴപ്പമില്ല. ദൈവത്തിന് മഹത്വം. സുവിശേഷം കൈക്കൊണ്ടവർ, സുവിശേഷം ഏറ്റെടുത്തവർ, സുവിശേഷം വിശ്വസിക്കുന്നവർ സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കേണ്ടതിന് എല്ലാം പൊറുക്കണം. ഒരു സംഭവം 9:30 എന്നാ ചെയ്യുന്നു? ഇന്ന് ഏതായാലും വന്നു പോയതല്ലേ, 10 നിർത്താം. ഇന്നത് അങ്ങനെ ഒക്കുമല്ലോ, എന്തായാലും പറയണ്ട. 10 ആശീർവാദം പറയും. ഇന്നങ്ങ് സാധിക്കും. അപ്പോൾ സുവിശേഷം കേട്ടിട്ടുള്ളവർ, അംഗീകരിച്ചവർ, ഏതാ കുക്കു സാഹിബിന്റെ കാലത്ത് വന്നില്ലേ? ഉണ്ണുണ്ണി സാറിന്റെ കാലത്ത് ഇറങ്ങിയതല്ലേ? വെള്ളൂർ കേജയുടെ കാലത്ത് ഇറങ്ങിയതല്ലേ? കേട്ടില്ല? MP മത്തായിയുടെ കാലത്ത്, കൂരോപ്പട MP മത്തായിയുടെ കാലത്ത് ഇറങ്ങിയതല്ലേ? അത് ആൻഡ്രൂസ് വാസയുടെ കാലത്ത് ചമ്മന്തുരുത്ത് ഇറങ്ങിയതല്ലേ? തോമാച്ചാന്റെ കാലത്ത് ഇറങ്ങിയതല്ലേ? ഷാരോൻ തോമാച്ചൻ, അയ്യാവള്ള സാറിന്റെ മകനെ, അന്ന് ഇറങ്ങിയതല്ലേ? അത് ചെല്ലുപടത്തില്ല. കല്ലുമല്ല കുഞ്ഞോനച്ചാൻ എൻ്റെ ഫസ്റ്റ് കസിനാ. നീ അത് സമ്മതിച്ചു. നീ പൊറുക്കുന്നുണ്ടോ ആരോടെങ്കിലും? നീ രമ്യതപ്പെട്ടോ? നീ കൈ കൊടുക്കുന്നുണ്ടോ? നീ നിരപ്പ് പ്രാപിച്ചോ? നീ ഉമ്മ ഗീർവാണ പഠിച്ചുകൊണ്ടിരിക്കാതെ എന്നാ മാത്തോട്ടിച്ച കുറച്ചുകൂടെ എടുത്തോട്ടെ, എന്നാ ഇരുത്തി ഒരു മൂളിച്ച. സുവിശേഷം അംഗീകരിച്ചവർ, കേട്ടവർ, ഏറ്റെടുത്തവർ സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കേണ്ടതിന് എല്ലാം പൊറുക്കണം. ഇങ്ങോട്ടല്ല ക്ഷമ ചോദിപ്പിക്കേണ്ടത്, നീ അങ്ങോട്ട് ക്ഷമ ചോദിക്കണം. ഇങ്ങോട്ടല്ല വന്ന് കൈ ധരിക്കേണ്ടത്, നീ അങ്ങോട്ട് ചെന്ന് കൊടുക്കണം. എന്നാ ഒരു ദീർഘശ്വാസം വിട്ടത് ഞാൻ കണ്ടു. അവിടുന്ന് ഞാൻ കണ്ടു. ക്ഷമിക്കണേ, പൊറുക്കണേ, നിരപ്പാകണേ, രമ്യതപ്പെടണേ. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടും നാക്കുവാൻ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചുവല്ലോ. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടും നാക്കുവാൻ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചുവല്ലോ. സ്വയമതിലില്ല, ഭയമതിലില്ല, സ്വയമതിലില്ല, ഭയമതിലില്ല. താതൻ തൻ ഗീതത്തെ തികപ്പതിന. സ്വയമതിലില്ല, ഭയമതിലില്ല. താതൻ തൻ ഗീതത്തെ തികപ്പതിന. യേശുവേ ഞാൻ കണ്ടിടുന്നു കൺമണി. വേണ്ട മോനെ, ഞാൻ തന്നെ ഉള്ളു, നീ അവിടെ ഇരി. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം കേട്ടിരിക്കുന്നവർ, കൈക്കൊണ്ടവർ എല്ലാം പൊറുക്കണം. ഇങ്ങോട്ട് നോക്ക്. ഇത്രയും പേര് കൂടിയിരിക്കുക. അല്ല, ഞാനൊരു സുവിശേഷകനാ. എനിക്കിത് പറഞ്ഞു നോക്കുമ്പോൾ തമ്മിൽ മിണ്ടാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി രമ്യതപ്പെടണേ. തമ്മിൽ കൈ കൊടുക്കാത്തവർ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ നീ രമ്യതപ്പെടല്ലേ. അവസാനം നിനക്കത് ഇത് ഈനം പിടിങ്ങി ഇന്ന് വെട്ടുപാറ വന്ന ആർക്കും കൊടുക്കാൻ മേലാതാകും. ഇപ്പോഴാണ് ഞാൻ അണത്തസാട്ടി എന്ന് കൈക്കൊന്ന് ഷെയ്ക്കാൻ്റെ കൊടുക്കുക. അവസാനം പേരത്തെ ഇങ്ങനെ കിടന്ന് കളിക്കും. ചിരിക്കാൻ പറഞ്ഞതല്ല.
ആരോടേലും പിണങ്ങിയിരിക്കുന്നെങ്കിൽ, വൈരാഗ്യത്തിലിരിക്കുന്നെങ്കിൽ, പരിഭവപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി നീ അത് പൊറുക്കണം, ക്ഷമിക്കണം, ക്ഷമ ചോദിക്കണം. അല്ലാതെ ഇത് കേട്ടോണ്ട് പോയ ശാപമാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ മാത്തുക്കുട്ടി എന്തിനാ 10 പേരെ അനുവദിച്ച, ഇപ്പൊ അങ്ങ് നിർത്തിച്ചാൽ മതിയായിരുന്നു. ഇന്ന് 10. ആട്ടെ, ഒരു കാര്യവും കൂടെ അവിടെ നിന്ന് പറയാം കേട്ടോ. എന്നുവെച്ചാൽ അതങ്ങ് വിടാം. ഒത്തിരി പേര് പ്രയാസപ്പെടുന്നു, എനിക്ക് കാണുമ്പോൾ അറിയാം. ദൈവമേ, ആ പോയിന്റിൽ നിന്ന് അയാളെ മാറ്റണേന്നായിരിക്കും. പെട്ടെന്ന് ആ പോയിന്റിൽ നിന്ന് മാറുക. അപ്പൊ ഈ സുവിശേഷം കേൾക്കുന്നവരുടെ രീതിയായി പറഞ്ഞു. 1, എല്ലാം പൊറുക്കണം. എല്ലാം പൊറുക്കണം. 2 സുവിശേഷം അറിയിക്കുന്നവരെങ്ങനെ ആയിരിക്കണം? കേൾക്കുന്നവരെല്ലാം പൊറുക്കണം, എല്ലാം പൊറുക്കണം. മാത്രമല്ല, ദൈവദാസനെ ആ 9-ാം അധ്യായത്തിന്റെ 22 വായിച്ചേ. ഇപ്പം വായിച്ച പുസ്തകത്തിലെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിന്റെ 21 മുതൽ വായിച്ചു. ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവൻ ആകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കാം. ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. സുവിശേഷം വിശ്വസിച്ചവൻ, കേട്ടവൻ, ഏറ്റെടുത്തവൻ സുവിശേഷം നിമിത്തം എല്ലാം ചെയ്യുന്നു. 2 കസേര ഇടുന്നതൊക്കെ സുവിശേഷം നിമിത്തമാണ്. ഈ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു, കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നു, ഇതിൻ്റെ പിമ്പിൽ ബാനർ കെട്ടുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു, കാർപ്പറ്റ് ഇടുന്നു, അത് വെക്കുന്നു, ഇത് എല്ലാം സുവിശേഷം നിമിത്തമാണ്. അപ്പോൾ ഈ സുവിശേഷം കേട്ടിട്ടുള്ളവർ അംഗീകരിച്ചവർ ഇതൊക്കെ ചെയ്യണം. അല്ലാതെ സഭയെ വന്നേച്ച് കൊച്ചമ്മ കളിച്ചിരിക്കരുത്. ഒരു കസേര കെട്ടിച്ച് കാലും വെച്ച് പറപ്പിച്ച് ചായ, തീവണ്ടിയെ പോകുമ്പോൾ ചായ, ഞാൻ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞിരിക്കരുത്. സുവിശേഷം നിമിത്തം എന്തും ചെയ്യണം. ഒരു വ്യക്തിയെ നേടാനേ ചിലപ്പോൾ നമ്മുടെ സീറ്റ് അവർക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ കിടപ്പാടം അവർക്ക് കിടക്കുന്നിടം അവർക്ക് ചിലപ്പം അവർക്ക് കിടക്കാൻ ഇടമില്ലേ, കൊടുക്കണം. നമ്മുടെ ഭക്ഷണം ചിലപ്പോൾ അവർ വിശന്നാ വരുന്നെങ്കിൽ കൊടുക്കണം. ഇത് ചിലർ ഭക്ഷണത്തിൻ്റെ സമയത്ത് ഒരാൾ കയറി വന്നു ഉടനെ പെട്ടെന്ന് മൂടി ഉടനെ ഇറങ്ങാൻ വെച്ചാൽ എന്തുവാണ്, ഇല്ല എന്നെ ഉണ്ട് വിശേഷം, മറ്റേ കാര്യം വേണം, ആട്ടെ. ഉടനെ അവൻ പറഞ്ഞു, അവൻ വിശന്ന് വന്നതാ, ആട്ടെ. അവനെ ആട്ടി. ഉടനെ അവൻ ആട്ടെ വിളിക്കണേ. പിന്നെ കരക്കാത്ത് വന്നിട്ട് അംഗീകരിച്ചില്ല, പിന്നെ അതിനെയും കിളി. ഉടനെ അവൻ അങ്ങോട്ട് പോകുമ്പോൾ ഗേറ്റ് വിട്ട് കഥ കൂറ്റി വിട്ട് വെച്ചു, എടുക്കും. സുവിശേഷ നിമിത്തമാണ്. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ വിവരിക്കുന്നില്ല. സുവിശേഷ നിമിത്തം എന്തും ചെയ്യണം. സുവിശേഷം അറിയിക്കുന്നവരെങ്ങനെ ആയിരിക്കണം അതുകൂടെ പറഞ്ഞ ആ ഭാഗം വിടാം. സുവിശേഷം അറിയിക്കുന്നവര് ആ 9:14 വായിച്ചേ മാത്തുക്കുട്ടിച്ചോ. 9:14. അതുപോലെ കർത്താവ് സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷത്താൽ ഉപജീവിക്കണം. ചില വിദ്വാന്മാർ പറയാം, നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് വേണം എനിക്ക് സുവിശേഷ വേല. ചില ആൾക്കാർ പറയില്ല, എനിക്ക് ആരുടെ ഒന്നും വേണ്ട. അങ്ങനൊരു വേല ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അത് നിന്റെ വേല അല്ലേ? നമ്മൾ പാടുന്നത് നിന്റെ പേര് ഞങ്ങൾ ചെയ്യും, അതൊക്കെ നിന്റെ വേല. ദൈവം വച്ചിരിക്കുന്ന പ്രമാണം സുവിശേഷം അറിയിക്കുന്നവൻ
സുവിശേഷത്താൽ അങ്ങനെ ഇതിന്റെ പ്രമാണം അതാ. ആട്ടെ, ഞാനൊന്നും വിവരിക്കുന്നില്ല, നിർത്തുക. വേറെ ചില കാര്യം പറഞ്ഞു പെട്ടെന്ന് കൃത്യം 10 ആകുമ്പോൾ ആശീർവാദം പറയും കേട്ടോ, ആരും പേടിക്കരുത്. കൃത്യം 10 പറയും, കൃത്യം 10. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞാൽ ഉടനെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞോണം. പിന്നെ അനൗൺസ്മെൻറ്റോ നോട്ടീസോ ഒക്കെ പിന്നെ, യോഗ നടപടിക്രമങ്ങളും പിന്നെ അങ്ങനെ നിർത്തിക്കുവാണ്. ഇല്ലേ എൻ്റെ വാക്കിന് വിലയില്ലാതെ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ആവർത്തിക്കുക. എല്ലാവരും കേൾക്കണേ. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല സൃഷ്ടികളും സകല ജാതികളും. എങ്ങനെ പറയണം? അഭിമാനത്തോടും ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോട് എങ്ങനെ കേൾക്കണം? ബഹുകഷ്ടങ്ങളുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോട് വചനം കേൾക്കണം. കേൾക്കുന്നവരെങ്ങനായിരിക്കണം? എല്ലാം പൊറുക്കുകയും ചെയ്യണം, എല്ലാം ചെയ്യുകയും ചെയ്യണം. പറയുന്നവരെങ്ങനായിരിക്കണം? ഇതുകൊണ്ട് ഉപജീവിക്കണം. ഇനിയും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇപ്പൊ 7 പോയിന്റാ. 7ാമത്തെ പോയിന്റ് വലിയ പോയിന്റാ. 7ാമത്തത്. ആ 7ാമത്തെ തലക്കെട്ട് ഇങ്ങനെ: എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? സുവിശേഷത്തിന്റെ അത് പറയാനൊക്കത്തില്ല. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഞാൻ എൻ്റെ ബൈബിളിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. പിന്നെ ഞാൻ ബൈബിളിൽ കൂടി ഇങ്ങനെ പരതിയപ്പം ഒരു 22 കൂട്ടം കാര്യമുണ്ട്. 22 സുവിശേഷത്തിൻ്റെ വിശേഷത ഒത്തിരി ഉണ്ട്. ഞാൻ ഒന്ന് പരിശോധിച്ചപ്പോൾ കിട്ടിയതാ 22. ഇപ്പം നിങ്ങൾ ചിന്തിക്കാൻ പോവുക, ഇയാളിത് 22 പറഞ്ഞു വെച്ചാൽ ഇവിടുന്ന്. അപ്പൊ ചെല്ല് പറയും അയാളുടെ സൂക്കേട് അതാ ഇങ്ങനെയൊക്കെ. അപ്പം വേറൊരാൾ പറയും എൻ്റെ തങ്കമ്മേ അയാൾക്ക് വെളിവും വെള്ളിയാഴ്ച വന്നു ഉള്ളവന്. അപ്പോൾ ചില സഹോദരൻ പറയാം ബോധമുള്ളവനല്ലടാ, പിന്നെ ബോധക്കേട് എന്തെങ്കിലും പറയുമെന്ന് ഓർത്ത് കേൾക്കാൻ വന്നതാ. ആട്ടെ, ഇതുവരെയും കേട്ടിരിക്കുന്നല്ലോ, വലിയ കാര്യം. അപ്പം സുവിശേഷത്തിന്റെ വിശേഷത എന്താ? സുവിശേഷത്തിന്റെ വിശേഷത 22 കൂട്ടം കാര്യമാണ്. അതിലെല്ലാം പറയത്തില്ല, ചില കാര്യം മാത്രം അത് വിശദീകരിക്കുന്നില്ല. ഓടിച്ചോടിച്ച് വായിച്ചു തരണേ, ഓടിച്ചോടിച്ച്. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? 1, സുവിശേഷം രക്ഷിക്കുന്ന മാർഗം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16 അറിവുള്ള വാക്യമാ, പെട്ടെന്ന് വായിച്ചോ. റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമായിര്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയര്, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒറ്റ വാക്കി പറയാ, ഇത് രക്ഷിക്കുന്ന മാർഗമാ. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ രക്ഷിക്കും, നിന്നെ രക്ഷിക്കും, ദേശത്തെ രക്ഷിക്കും, കേൾക്കുന്നവരെ രക്ഷിക്കും. രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആഘോഷത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ദൈവത്തിന് മഹത്വം. സുവിശേഷം രക്ഷിക്കും. ആട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. 2-3 പോയിന്റ് പറഞ്ഞങ്ങ് നിർത്തുക. ദൈവത്തിന് മഹത്വം. അന്നേരം 10 ആകും. 22 പറയുന്നില്ല. 1, സുവിശേഷം രക്ഷിക്കും. 2, സുവിശേഷത്തിന്റെ വിശേഷത ഇത് മാനുഷികമല്ല. മാനുഷികം. ഗലാത്യർ 1:11 പെട്ടെന്ന് വായിച്ചു. ഗലാത്യർ 1:11. പെട്ടെന്ന് താള് കീറരുത്, പെട്ടെന്ന് മറിച്ചു. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല. മതി തെളിഞ്ഞല്ലോ. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം. അപ്പോൾ 2, സുവിശേഷത്തിന്റെ വിശേഷത ഇത് മാനുഷികമല്ല.
ഇത് മാനുഷികമായിരുന്നെങ്കിൽ എന്തേ നശിച്ചു പോകേണ്ടതാ. ഗമാലിയേൽ പറഞ്ഞില്ലയോ, ഇത് മാനുഷികമാനെ നിലനിൽക്കത്തില്ല, ഇത് ദൈവീകമാ, ഇത് ദൈവീകമാ, ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് തകർത്ത് കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ, മുടിച്ചു കളയുവാൻ അനേകര് കച്ചകെട്ടി രംഗത്ത് വന്നു. സുവിശേഷത്തെ തകർക്കുവാൻ, സുവിശേഷകരെ തകർക്കുവാൻ, സുവിശേഷ വേല ഇല്ലായ്മ വരുത്തുവാൻ, ഈ മാർഗത്തെ മുച്ചൂട് മുടിക്കുവാൻ അനേകര് രംഗത്ത് വന്നു. അവര് തകർന്നതല്ലാതെ, അവര് മാനസാന്തരപ്പെട്ടതല്ലാതെ സുവിശേഷത്തിനൊരു കോട്ടവും വന്നിട്ടില്ല. കാരണം ഇത് മാനുഷികമല്ല. പണ്ട് കാലത്തൊക്കെ ദേശത്ത് നിന്ന് ഒരാളിറങ്ങി പട്ടിയെ ഓടിക്കുമ്പോൾ ഓടിച്ച് പാട്ട കൊട്ടി കളിയാക്കി ചാണകവെള്ളം തളിച്ച് ഒരു വീട്ടിലും കയറ്റാതെ എന്ത് പങ്കപ്പാട് പെട്ടു. പക്ഷെ ദേ നോക്കിയ ഇപ്പൊ എത്ര എണ്ണം ഇരിക്കുന്നു, എത്ര എണ്ണം ഇരിക്കുന്നു, എത്ര എണ്ണം. ഗുണമുണ്ടോ ഗുണമില്ലയോ എന്നുള്ളത് പിന്നത്തത്, എന്നാലും വന്നിരിക്കുന്നില്ല. ഇത്ര എണ്ണം വന്ന ചെറിയ കാര്യമാണോ അതുകൂടി ഒരു സംഘം സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ്. ഓ ആയിക്കോട്ടെ, അതോ ഇനി സ്വോത്രകാഴ്ച കുറഞ്ഞ ദൈവം തരുമെന്നല്ല, സന്തോഷിച്ചിരിക്കും. പിന്നെ ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രിയ, ഇത് ചെറിയ കേസല്ല, ഇത്രയും പേര് വന്നില്ലേ, വലിയ കാര്യമാ. ഇത് മാനുഷികമല്ല, ഇത് ദൈവീകമാ. അതുകൊണ്ടല്ലേ ഇതിനെ തകർക്കാൻ എത്രയോ മിടുക്കന്മാര് വിവരിക്കാൻ നേരമൊന്നുമില്ല. ഓരോ ദേശത്തും വലിയ അതികായകന്മാർ ഇറങ്ങിയതല്ലേ, മിടുക്കന്മാര്, വിദ്യാനിപുണന്മാര്, വലിയ വലിയ കുലീനന്മാര്, അംഗബലമുള്ളവര്, സാമ്പത്തിക ഭദ്രതയുള്ളവര്, കേന്ദ്രത്തിൽ അല്ലെ സെന്ററിലെ ലോക്കലൊക്കെ നല്ല പിടിയുള്ള ഗുണ്ടകള് എത്ര എണ്ണം ഇറങ്ങി. ഇതേ മാനുഷികമല്ല. കല്ലിശ്ശേരി പണ്ട് വേല ചെയ്യുമ്പോൾ ടി ജി ഉമ്മച്ചൻ അവർകളും പത്തച്ചിറ യോനാച്ചനും ഭക്തൻകുട്ടിയപ്പച്ചനും വേല ചെയ്യുമ്പോൾ ഒരു നായർ സമുദായത്തിൽപ്പെട്ട അന്നൊക്കെ റൗഡി എന്നാ പറയുന്നത്. ഇന്ന് കൊട്ടേഷൻ എന്നാ പറയുന്നത്. ഇന്ന് കൊട്ടേഷൻ, അന്ന് റൗഡി. ഒരു റൗഡിയെ വിട്ടു, ഇവരെ അടിച്ചു. ആദ്യത്തെ അടിക്ക് ഭക്തൻകുട്ടിയച്ചൻ താഴെ പോയി, രണ്ടാമത്തെ അടിക്ക് പത്തച്ചിറ യോനാച്ചനും വീണു. ടി ജി ഉമ്മച്ചനെ അവൻ അടിച്ച പുള്ളി ഗ്ലോറി എന്ന് പറഞ്ഞിങ്ങനെ നിന്നു. അവൻ വീട്ടിൽ ചൂപ്പാട് വന്നു, പുള്ളി വീണില്ല. ഇങ്ങനെ അവസാനം അവൻ വശം കെട്ട് ഉമ്മച്ചനെ പച്ചനെ ഇടിച്ചാവല്ലോ കേൾക്കൂ, പുള്ളി ഹല്ലേലൂയാന്ന് പറഞ്ഞു നിന്നു. അവനിടി ചൂപ്പാട് വന്നു, ഇടിച്ച് ഊപ്പാട് വന്നിച്ച് അവസാനം ഇവന് കൈ മടക്കാൻ മേല ഇങ്ങനെ നിൽക്കുക. അപ്പച്ചൻ ചെട്ടിപ്പറമ്പിൽ കൊച്ചുകുട്ടിച്ചായൻ്റെ വീട്ടിലോട്ട് അങ്ങ് പോയി. അവർ 3 പേരും മറ്റവരെ എഴുന്നേൽപ്പിച്ചു. അവിടെ ചെന്നപ്പം കൊച്ചുകുട്ടിച്ചായൻ്റെ കൊച്ചമ്മ വെള്ളമൊക്കെ തിളപ്പിച്ച് ചൂടുമൊക്കെ വെച്ച് വേണ്ട അടിയന്തര ശുശ്രൂഷകൾ ചെയ്തു. ഈ നായരെ ഇടിച്ച കൈയായിട്ട് ഇങ്ങനെ പോവുക. അയാൾ വീട്ടിൽ ചെന്നപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ല സ്ത്രീയാണ്, ഒരു ഭക്തയാണ്. എന്നാന്ന് ചോദിച്ചപ്പോൾ എടി കൈ മടക്കാൻ മേലെന്ന് പറഞ്ഞ്. എന്നാ കാര്യം? അപ്പം കാര്യം പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞ്, അത് നിങ്ങൾക്ക് ദൈവശിക്ഷയാണ്, അവർ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, അവരുടെ കയ്യിരിക്കുന്നത് സത്യവേദ പുസ്തകമാണ്. ആ സ്ത്രീക്ക് എത്ര അറിവുള്ള നല്ല സ്ത്രീയാണ്, നിങ്ങൾ അവരോട് ഒന്ന് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു. അത് കേട്ട് കൈ മടക്കാൻ മേലെ ഇങ്ങനെ നിൽക്കുക. രാത്രി വീണ്ടും ചെട്ടിപ്പറമ്പി വന്ന് കഥക, ഇന്നത്തെ പോലെ കോളിംബെല്ലും ഒന്നുമില്ല, പണ്ടല്ലേ, കഥകെ മുട്ടി. അപ്പം ഈ ജിജുമ്മച്ചനപ്പച്ചൻ ഇവരുമെല്ലാം നടന്ന സംഭവം അവരോട് പറഞ്ഞു. ചൂടുവെള്ളം ഒക്കെ എടുത്ത് ചൂട് വെക്ക്. അപ്പം കഥകെ മുട്ടിയപ്പോൾ കടകു തന്നപ്പോൾ ഇയാൾ ആണ്ട് പിന്നെ ഇടിക്കാൻ വന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, ഉപദേശിമാരോട് എനിക്ക് ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞു. തല്ലാൻ വന്നതല്ല, കൈമടങ്ങുന്നില്ല. അവിടെ ചെന്ന് ക്ഷമ ചോദിച്ചപ്പോൾ ടി ജി ഉമ്മച്ചനും ഭക്തൻകുട്ടിയെ പറഞ്ഞപ്പോൾ ക്ഷമയൊന്നും ചോദിക്കണ്ട, ദൈവത്തോട് പ്രാർത്ഥിയിര്, ഞങ്ങളും പ്രാർത്ഥിക്കാം. ഉമ്മച്ചനപ്പച്ചനും ഇവർ 2 പേരും തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ അന്ന് രാത്രി രക്ഷിക്കപ്പെട്ടു, എന്ന് പറഞ്ഞു. അപ്പൊ ഇത് മാനുഷികമല്ല, ഇത് ദൈവികമാണ്. അതുകൊണ്ടാ പറഞ്ഞ ഇതിനോട് കയറി കളിക്കരുത്. കളിച്ചാൽ ഒന്നെങ്കിൽ നീ ഇതിനകത്ത് വരും, അതല്ലെങ്കിൽ 2-1 അറിയും. അല്ലെ കളിച്ചു നോക്കൂ. ഇതിനോട് കയറി മുള്ളിനോട് കയറി ഉതയ്ക്കരുത്. ഉതച്ചവനെല്ലാം ഒന്നെങ്കിൽ ഇതിനകത്ത് വരും, അല്ലെങ്കിൽ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകും. അങ്ങനെ ഇതിന്റെ പ്രമാണം അതാ. അപ്പൊ സുവിശേഷം മാനുഷികമല്ല, ഇത് ദൈവികമാണ്.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് ദൈവികമാണ്. അഞ്ച് മിനിറ്റ് കൂടില്ലേ? അതാ ദൈവത്തിന് മഹത്വം. 3 സുവിശേഷത്തിന്റെ വിശേഷത. ഇത് സമാധാനം തരുന്ന മാർഗമാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 വായിച്ചു. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് മതി. അപ്പൊ സുവിശേഷം സമാധാനം തരുന്നതാണ്. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒന്നും പോകണ്ട, മദ്യത്തിന്റെ പുറകെ പോകണ്ട, മയക്കുമരുന്നിന്റെ പുറകെ പോകണ്ട, ലഹരി പദാർത്ഥവും വേണ്ട, തീർത്ഥയാത്രയോ തീർത്ഥാടനങ്ങളോ ഒന്നും നടത്തണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന് കേൾക്കുന്ന ഇടത്തിരുന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ എന്റെ പാപം ക്ഷമിച്ച് എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണം, എന്റെ ഉള്ളത്തിൽ വരണമെന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി യേശു നിന്റെ ഉള്ളത്തിൽ വരും. യേശു വന്നാൽ സമാധാനം. കാരണം ക്രിസ്തു സമാധാനമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത ഇത് സമാധാനം തരും. മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രശ്നങ്ങളുള്ളവരാ, കടഭാരമുള്ളവർ ഇതിനകത്തുണ്ട്. ഒന്ന് കൈപൊക്കിയൊക്കെ കടമുള്ളവര് ആരുമില്ല. ഇത്ര കയ്യ നന്നായിട്ട് പൊക്കെ കാണണ്ട. പക്ഷെ ആ ഇരിപ്പ് കണ്ട് സമാധാന താഴ്ചാനൊക്കെ ചിരിച്ചായിരിക്കുന്ന കടമുണ്ടായിട്ട് എന്തോ സന്തോഷം. അതെന്നാ ആ സമാധാന സുവിശേഷം അകത്തുള്ളത് കൊണ്ടാണ്. സ്വന്തമായിട്ട് വീടില്ലാത്തവരെന്ന് കൈ പൊക്കിക്കും. വീടില്ലാത്തവർ കൈ അങ്ങോട്ട് പോക്ക് കാണണം. ആ ചിരി ഇരിപ്പൊക്കെ കാണും. രാഷ്ട്രഭവനിൽ താമസിക്കുന്നത് പോലെ. അതാ സുവിശേഷത്തിന്റെ വിശേഷത. അതാ സുവിശേഷത. എന്നാ നാടില്ല നമുക്കീ ഉലകിൽ, വീടില്ല നമുക്കി മരുവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാം കാണും വീടൊന്നു. നല്ല 1-ാം തരം പാട്ടാ. പുള്ളി ഇതുപോലെ നല്ല പാട്ടാ പാടുന്നത്. എനിക്കിഷ്ടമാണ് പുള്ളി. ഞങ്ങൾ മിക്കയിടത്തും ഒന്നിച്ചുണ്ട്. വലിയ സന്തോഷമാണ് എനിക്ക്. ആത്മാർത്ഥതയുണ്ട് ശുശ്രൂഷകൾ. തട്ടിക്കൂട്ടല്ലെന്ന്. അവൾ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സ്വന്തമായിട്ട് വീടില്ല, എന്നാലും ഇരിപ്പ് കണ്ടില്ല, എന്തോ സന്തോഷം. കടഭാരമുണ്ട്, എന്നാലും എന്ത് സന്തോഷം. വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, എന്നാലും എന്ത് സന്തോഷമാണ്. അതാ സുവിശേഷം. ഇത് സമാധാനം തരും. അപ്പൊ ഈ സുവിശേഷം കേട്ട് വന്നാൽ പ്രശ്നമൊന്നുമില്ലെന്നല്ല, പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, ഇനി ഉണ്ടാകും. പക്ഷെ എന്ത് സമാധാനത്തോടായിരിക്കുന്നേ. ദൈവത്തിന്റെ മഹത്വം. 4 സുവിശേഷത്തിന്റെ 4-ാമത്തെ വിശേഷത. 22 കാര്യമാണ് പറയേണ്ടത്. ഞാൻ ഇന്ന് 4 കണ്ണേ പറയുന്നുള്ളൂ. 4 അതുകൂടെ വായിച്ചങ്ങ് നിർത്താം. അതുകൂടെ എന്നാ താത്ത തലയാട്ടം പോലെ ഇതുകൂടെ അങ്ങ് വായിച്ചു നടത്താം. വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11:7. ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുവാൻ മതി. സുവിശേഷം നിന്നെ ഉയർത്തും. മോനെ, നിന്നെ ഉയർത്തും സുവിശേഷം. കേട്ടോ? ഉയർത്തും, നിന്നെ ഉയർത്തും. എന്തോ മോളെ എഴുതുന്നത്? ഞാൻ പറഞ്ഞ പോയിന്റാന്നോടി എഴുതുന്നത്. നിന്നെ ഉയർത്തും, സുവിശേഷം ഉയർത്തും. സ്തോത്രം. നിങ്ങൾ ഈ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മോന്റെ പേരെന്തോ? അവന്റെ പേര് 2 പേരും രക്ഷിക്കപ്പെട്ടതാണ്. അവന്മാർക്കും സംശയം ഇത് തന്നെയാണ്. എടാ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാണോ? നിങ്ങളെ ഉയർത്തും. മോനെ അനീഷ്, നമ്മുടെ എഴുമന്തൂരത്തിലെ അനീഷ്, വളയങ്കോട്, അവിടെ ഞാൻ വന്നതാണല്ലേ. വളയങ്കോട് അവിടുത്തെ സഭയിലല്ലേ? ഉയർത്തും.
സുവിശേഷം നിന്നെ ഉയർത്തും. അല്ലെ, ഇവരെ മാത്രമല്ല, സുവിശേഷം വിശ്വസിച്ചിട്ടുള്ള ഏറ്റെടുത്തിരിക്കുന്ന എല്ലാവരെയും ഇത് ഉയർത്തും. ഈ മൈക്ക് ഇപ്പൊ അങ്ങോട്ട് കൊടുത്താൽ ഈ ദൈവദാസന്മാരുടെ അമ്മയുടെ കണ്ണാടിയമ്മ, അമ്മയുടെ പേരനാ അമ്മയുടെ പേരനാ മേരി. നല്ല പേരാ, യേശുവിന്റെ അമ്മയുടെ പേരാ. ഇപ്പൊ ഈ മേരിയമ്മച്ചിയുടെ കയ്യിലോട്ട് കൊടുത്താൽ, അല്ലെ ഈ അപ്പച്ചന്റെ കയ്യിലോട്ട് കൊടുത്താൽ, ഈ ദൈവദാസന്മാരുടെ കൊടുത്താൽ, ഇവരെല്ലാം ഇവിടെ നിന്ന് പറയുന്ന ഒരു പദമുണ്ട്: എന്റെ ദൈവം എന്നെ ഉയർത്തി, എന്റെ ദൈവം എന്നെ ഉയർത്തി. ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ എല്ലാവരും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് പാപത്തിന്റെ പടുകുടിയിൽ നിരാശ പേറി ജീവിതം ഒടുക്കാം, അവസാനിപ്പിക്കാം. എന്തിനാ ജീവിക്കുന്ന, ആർക്കും എന്നെ വേണ്ട, അവൻ ജീവിതം ഒടുക്കാമെന്ന് പറഞ്ഞ് ചിന്തിച്ച് ഭാരപ്പെട്ട ദിനങ്ങൾ എത്രയുണ്ടായിരുന്നു, എന്ത് വേണ്ട. താഴ്ചക്കടയിൽ കടന്നവരാ. എന്നാൽ ഈ സുവിശേഷം വിശ്വസിച്ച് ഈ മാർഗത്തിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ മാർഗത്തിൽ വന്നപ്പോൾ ഈ സുവിശേഷം എന്നെയും നിന്നെയും ഉയർത്തി. അതെല്ലാ നിലയിലും ഉയർത്തി. എന്റെ വീട് കാവാലത്താ, കുട്ടനാട്, ആലപ്പുഴ ജില്ലയിൽ. അയ്യോ, എന്റെ അപ്പൻ ഒരു കള്ളുഷാപ്പിലെ ജോലിയായിരുന്നു. ഈ മാർഗത്തിൽ വന്നില്ലായിരുന്നേ ആ ജോലി എനിക്ക് കിട്ടും. നിങ്ങൾ വല്ലതും എന്നെ അറിയും? ഇല്ല. ഏതേലും കോന്തച്ചാരെന്നെ അറിയൂ? അല്ല, എനിക്ക് ഇവിടെ വരാൻ ഒക്കുമോ? ഈ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരുടായ നിങ്ങളുടെ മുൻപിൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇവിടെ മാത്രമാണോ നിൽക്കുന്നു? എവിടെല്ലാം ദൈവം വിടുന്നേ? സ്തോത്രം. ഇപ്പൊ യുദ്ധമായതുകൊണ്ട് പോകാതെ ഇങ്ങനെ പമ്മി നിന്നതാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രോസ്പെരിറ്റി ഒന്നും പറഞ്ഞതല്ല, ഇതുമായിട്ട് ഇവിടെ എല്ലാം പോയേക്കുന്ന സുവിശേഷം ഉയർത്തും. വിമാനത്തിൽ നൂപ്പാട് വന്ന് ഇപ്പോഴും യാത്ര ഓർത്തങ്ങ് വെപ്രാളം. എത്രയോ നേരം ഇരിക്കണമല്ലോ. ഇന്ന് രാവിലെയും വിളിച്ചു. ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്കുള്ള യാത്രയൊക്കെ വലിയ. ഇത് നിന്നെ ഉയർത്തും. ദൈവത്തിന് മഹത്വം. നല്ല വസ്ത്രമൊക്കെ ധരിച്ച സുവിശേഷത്തിൽ വന്നേ പിന്നെ നല്ല ആൾക്കാരുമായിട്ട് ഇടപെടാൻ പഠിച്ചത്, അല്ല എല്ലാം പഠിച്ചത് ഇതിനകത്ത് വന്നിട്ടാണ്. സ്തോത്രം, സ്തോത്രം. സുവിശേഷം നിന്നെ ഉയർത്തും കേട്ടോ. ഈയിടെ ഞങ്ങൾ യാത്ര ചെയ്ത സാമാനോ ആരാന്ന് എൻ്റെ കൂടെ വന്ന യാത്ര ചെയ്തപ്പോൾ ഒരു ജനപ്രതിനിധി വന്ന് വെച്ച് റോഡിൽ വെച്ചിട്ട് വണ്ടി തടഞ്ഞു നിർത്തി എന്നോട് പറഞ്ഞ് തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. നേരത്തെ ജോലിയായിട്ട് നടത്തിരുന്ന ഏതായാലും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മന്ത്രിമാര്, MLA മാര്, ബഹുമാന്യരായവര്, മത നേതാക്കന്മാര്, സാമുദായിക നേതാക്കന്മാര്, ബഹുമാനപ്പെട്ട അച്ഛന്മാര്, ഒത്തിരി പേര് എല്ലാം ഒരിക്കലൊരു യാത്ര ചെയ്യുന്ന വന്നപ്പോൾ ഒരു ബൈക്ക് കൊണ്ട് മുന്നിൽ നിർത്തി. ഞാൻ ഓർത്ത് പ്രശ്നമാണോ എന്ന്. അദ്ദേഹം കളവക്കുറിയൊക്കെ ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു തൊഴുതു. ഞാനും തൊഴുതു. അപ്പം എന്നോട് പറഞ്ഞ് സ്ഥലമൊന്നും പറഞ്ഞ, ഞാൻ ഇന്ന ക്ഷേത്രത്തിലെ പൂജാരി നമ്മൾ പോയപ്പോഴാ പൂജാരിയാ, സ്ഥലമൊന്നും പറയുന്നില്ല. ഇനി പിന്നെ എടാ നെഞ്ചത്തോടെ എന്ന് കയറും. ഇന്ന വലിയ പ്രചാരമുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാ. പക്ഷെ എന്നും ഞാൻ പ്രസംഗം കേൾക്കും കേട്ടോ, എന്നും കേൾക്കും. ഇതെന്നാ കാരണം? സുവിശേഷം, സുവിശേഷം. ഇവിടെ നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങൾ തമ്മിൽ കണ്ടു. പറഞ്ഞു എന്നും ഒരു പ്രസംഗമെങ്കിലും കേൾക്കുമെന്ന്. ഇച്ചിരിയെങ്കിലും കേൾക്കും. എനിക്ക് അതിന് വിദ്യാഭ്യാസവും ഇല്ല. അതാ അതിലൊക്കെ വിചിത്രം. ഞാൻ 10ാം ക്ലാസ് ഒന്നും ജയിച്ചതല്ലെന്ന് എൻ്റെ വർത്താനം കേൾക്കുമ്പോൾ അറിയാൻ മേലെ. പിന്നെ എന്താ ഇത്? സുവിശേഷം ഉയർത്തും. ഞങ്ങൾ ഒരിക്കലും ഒരു രാജ്യത്ത് ചെന്നപ്പം അവിടെ എന്നോട് കൂടെ വന്ന സഹോദരൻ പറഞ്ഞു, അച്ഛാ പാർക്കിംഗ് ഇവിടെ എങ്ങും ഇല്ല, നമ്മൾ അങ്ങ് പാർക്ക് ചെയ്തേച്ച് വേണം നടന്ന് വലിയ കടയാണ് കയറണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് നടക്കാം.
അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഈ കടയുടെ ഫ്രണ്ടിൽ വന്നു. അപ്പം ഇങ്ങനെ കൂടെയൊക്കെ പാർക്കിങ്. അപ്പം അങ്ങ് പാർക്ക് ചെയ്ത് വെച്ച് നല്ല ചൂട് നടന്നു വരണം. അപ്പം ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇതിനൊരു കാര്യമുണ്ട്, ഏത് രാജ്യത്ത് പോയാലും ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഈ പരുവത്തിന് മറ്റുള്ളവർ വേറെ ഡ്രസ്സ് ധരിക്കുന്നത് ഞാൻ എതിരല്ല, അതൊക്കെ ധരിക്കട്ടെ, ഞാനിങ്ങനെ. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ വണ്ടി അങ്ങോട്ട് വന്നപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി പെട്ടെന്ന് സല്യൂട്ട് വന്ന് ഇങ്ങോട്ട് പാർക്ക് ചെയ്തു. അറബി അയാൾ ഏതാണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലാകില്ല. ഞാൻ ചിരിക്കുന്ന കഴിവാണ്, ഞാനും അത്ര വിട്ടുകൊടുത്തില്ല. അപ്പം എൻ്റെ കൂടെ ഉള്ളവൻ അവർ അറബി പറഞ്ഞ് അവന് മനസ്സിലായി. കാരണം അവൻ ഏതാണ്ട് അറബിയിൽ പുള്ളിയോടും പറഞ്ഞു. എനിക്ക് ഇവിടെ അകത്തോട്ട് കയറുമ്പോൾ അച്ചായും വലിയ പുള്ളിയാണെന്നും പറഞ്ഞാൽ നമുക്കിവിടെ പാർക്കിങ്ങിന്. ഞാൻ പറഞ്ഞു, നീ ആയിട്ട് അത് കളയണ്ട. സുവിശേഷം ഉയർത്തും കേട്ടോ. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാന്നര, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാന്നര, ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ, നരർക്കൊപ്പമിരുത്തി ദന്നയം അത്ഭുതം പരാ. മനുവേല വന്ദനം മന്നിലേഖനായി, മനുജാതിക്കായി വന്നതാ ഉന്നത ദിവാ. മനുവേല വന്ദനം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. സുവിശേഷം നിന്നെ ഉയർത്തും. സുവിശേഷത്തിന്റെ 4 വിശേഷതയെ പറഞ്ഞോളൂ. 22 ഞാൻ ഒരുക്കി വെച്ചേക്കുന്നത്. അത് 4 ഞാൻ എൻ്റെ ശൈലി അനുസരിച്ച് വിശദീകരിച്ചില്ല. എനിക്ക് ഈ പാടാനും ഒക്കെ എൻ്റെ പക്കമൊക്കെ ഉണ്ട്. ഇന്നത്തെ നമുക്ക് അവരെയും കൂടെ കൊണ്ടുവരണ്ടായിരുന്നല്ലേ. പോട്ടെ, ഇന്നിങ്ങനെ പോട്ടെ, ചിങ്ങമ്പര പോട്ടെന്ന് പറഞ്ഞ പോലെ ഇന്നിങ്ങനെ പോട്ടെ. അപ്പം സുവിശേഷത്തിൻ്റെ 4 വിശേഷത ഞാൻ ഈ പറയുന്നതെല്ലാം മുമ്പേ വേട്ടപ്പല പാസ് പറഞ്ഞ പോലെ വളരെ ലളിതം. മോനെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ പിടികിട്ടില്ലേ മോളെ? എങ്ങനെയൊക്കെ മേരിയമ്മേ പിടികിട്ടിയില്ലേ? ഉറങ്ങാം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായി. മോന് പിടികിട്ടിയില്ല? പിടികിട്ടിയില്ല. ഇത് മനസ്സിലാകാനാ പറഞ്ഞു. വളരെ ലളിതം. ഇനി ഇത് കൂടുതൽ എങ്ങനെയാ ലളിതമാണ്? ചെല്ലങ്ങോട്ട് പറഞ്ഞ മുഴുവൻ ഗ്രീക്കും ഹീബ്രു, ചിരിക്കുന്നത് വരെ ഗ്രീക്ക് കൂടാ, എല്ലാം ഗ്രീക്ക്. ആർക്കും ഒന്നും പിടിയും കിട്ടുന്നു. കൊയ്യാൻ പോകുന്നത് അങ്ങോട്ട് പറയാ കൊയിനോനിയ. താങ്കൾക്ക് വളരെ ലളിതമായിട്ടാ പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വം. സുവിശേഷം നിന്നെ രക്ഷിക്കും. സുവിശേഷം സമാധാനത്തിൽ. സ്തോത്രം. സുവിശേഷം മാനുഷികമല്ല. സുവിശേഷം നിന്നെ ഉയർത്തും. അതുകൊണ്ട് ഈ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് നല്ല അവകാശം പ്രാപിപ്പാൻ എന്നെ കേൾക്കുന്ന ഏവർക്കും ദൈവം ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചും പ്രാർത്ഥിച്ചും എന്നെ ക്ഷണിച്ച കർത്തദാസന് ചുമതലപ്പെട്ടവർക്കും നന്ദി ചൊല്ലി എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമയം പോയത് കൊണ്ട് പാട്ട് പാടുന്നില്ല, പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞു. നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ. യേശുക്രിസ്തു ആകുന്ന സുവിശേഷത്തിന്റെ ബഹുമുഖങ്ങൾ